പരിശുദ്ധമേറിയ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ ദാസൻ പി സി ജോസഫ് പാസ്റ്ററെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഒരാഴ്ചത്തെ പരിചയം മാത്രമേ എനിക്ക് ദൈവദാസനുമായിട്ടുള്ളൂ. ഇപ്പോഴാണ് അറിഞ്ഞത്, ഒരു അല്പസമയം മുമ്പാണ് അറിഞ്ഞത് കർത്താവിന്റെ ദാസനെ ബോംബെയിലൊക്കെ ശുശ്രൂഷിച്ചതാണ് എന്ന്. നന്ദിയോടെ കർത്താവിന്റെ ദാസനെ ഓർക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബമായിട്ട് കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. അതുപോലെ തന്നെ അവിടെയുള്ള ദൈവസഭ ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പിതാക്കന്മാരെ, മാതാക്കള്, സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങള്, യൗവനക്കാര് എല്ലാവർക്കും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും ഈ പ്രാരംഭ നിമിഷം അറിയിക്കുന്നു. ഞാൻ ഒരു 2-2.5 വർഷത്തോളമായിട്ട് ഇപ്പോൾ IPC കഞ്ചൂർമാർഗ സഭയിൽ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ ഇവിടെയാണ്. കർത്താവ് ഞങ്ങളെ ശുശ്രൂഷയിൽ ഇവിടെ സഹായിക്കുന്നു. കർത്താവിന്റെ ചിറകിന്റെ നിഴലിൽ ഞങ്ങളെ ഇവിടെ മറയ്ക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രാരംഭത്തിലെ ചോദിക്കുന്നു. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ വളരെ പരിചിതമായ ഒരു വചനമാണ് ഇന്ന് രാത്രിയിൽ വായിക്കുന്നത്. 91-ാം സങ്കീർത്തനം, Psalms 91 verse 4. 91-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം. Psalms 91 verse 4 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അടുത്തത്, അവന്റെ ചിറകിന്റെ നിഴലിൽ, ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ആമേൻ. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയും ആകും. ഇനി എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. എനിക്കറിയാം, വളരെ പരിചിതമായ ഭാഗങ്ങൾ ശുശ്രൂഷിക്കാൻ ഒരു ചെറിയ ഭയമുണ്ട്. കാരണം ഈ ഒരു പരിചയമുള്ള ഭാഗങ്ങൾ, വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ പിശാചിന്റെ ഒരു തന്ത്രമാണ് നമ്മുടെ അകത്തേക്ക് ഒരു ചിന്ത ഇട്ടു തരും. ഇത് നമ്മൾ എത്ര വായിച്ചതാണ്, ഇത് നമ്മൾ എത്ര കേട്ടതാണ്, ഇത് നമ്മൾ എത്ര പ്രസംഗിച്ചതാണ്. ഇങ്ങനെ ധാരാളം നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിനകത്തേക്ക് ഇട്ടു തരും. ആ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മനസ്സിനകത്ത് കിടന്നാൽ പിന്നെ അങ്ങോട്ട് ആര് പ്രസംഗിച്ചാലും എന്ത് പ്രസംഗിച്ചാലും നമ്മുടെ അകത്ത് കയറുകയല്ല. നമ്മളൊരു ബാരിയർ അവിടെ വെച്ച് കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഉപവാസത്തിന്റെ 1-ാമത്തെ രാത്രിയിൽ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുന്ന എനിക്ക് ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വചനത്തിന്റെ ഒരു നിറവ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു കർത്താവ് നമ്മളോട് സംസാരിക്കും. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ലോക്ക്ഡൌണിൽ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചത് 91-ാം സങ്കീർത്തനം. ഏറ്റവും കൂടുതൽ ആൾക്കാരെ വായിക്കാൻ പ്രേരിപ്പിച്ചത് 91-ാം സങ്കീർത്തനം. ഇനിയും ഏറ്റവും കൂടുതൽ പാട്ടുകൾ ആൾക്കാർ പാടിയത് 91-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. ഇനിയും ഏറ്റവും കൂടുതൽ പാട്ടുകൾ ആളുകൾ എഴുതിയത് 91-ാം സങ്കീർത്തനത്തിൽ നിന്നാണ്. അപ്പം ഈ ഒരു പ്രത്യേക സമയത്തിൽ പലരെയും വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതും പലരും വായിക്കുന്നതും പാടുന്നതും ഒക്കെ ഈ സങ്കീർത്തനത്തിനകത്തുനിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയും അതിനകത്തുനിന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായ ഒരു ചിന്ത ദൈവാത്മാവ് എനിക്ക് തന്നത് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സന്ദേശം എനിക്ക് കിട്ടാനുള്ള കാരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദൂത് പറയാം. എന്റെ സഭയില് ഒരു ഫാമിലി, അവരുടെ കുഞ്ഞുങ്ങള് 3 പേരും വിദേശ രാജ്യത്താണ്. ഈ ഒരു കൊറോണയുടെ പ്രശ്നം ആദ്യം ഉണ്ടായ സമയത്തെ അവർക്കതുണ്ടായി, 3 പേർക്കുണ്ടായി. അപ്പൊ ആ സമയത്ത് ആ മാതാവിനെ വിളിച്ച് അവര് പറഞ്ഞു. അപ്പൊ ആകപ്പാടെ വേദന നിറഞ്ഞ് കണ്ണുനീരോടുകൂടെ ഒരു വ്യാഴാഴ്ച രാത്രിയിൽ ആ മാതാവ് എന്നെ വിളിച്ചു. ദൈവദാസ, ഇങ്ങനെയാണ് പ്രശ്നം, പ്രാർത്ഥിക്കണം. സത്യത്തിൽ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി, ഭയങ്കര ദുഃഖം തോന്നി. ഈ ഒരു 3 മാസം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ ഒരു പ്രശ്നം തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന്റെ ആത്മാവ് എനിക്ക് തന്ന ഒരു ദൂതാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ദൈവ പൈതലിന്റെ സുരക്ഷിതത്വം എവിടെയാണ്, അല്ലെങ്കിൽ ആ സുരക്ഷിതത്വത്തിന്റെ വലിപ്പം എന്താണ് എന്നാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തിൽ ആശ്രയം വെക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ ദൈവം സൂക്ഷിക്കുന്നത് ചിറകിന്റെ നിഴലിലാണ്. അല്ലെങ്കിൽ ഒരു പക്ഷി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ അകത്ത് മറയ്ക്കുന്നത് പോലെ ദൈവം തന്റെ ഭക്തരെ സൂക്ഷിക്കുന്നു. സ്തോത്രം. ഞാൻ ഇതിനെക്കുറിച്ച് ആഴമായിട്ട് അല്പം പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്,
ഈ വന്യമൃഗങ്ങളുണ്ട്, കാട്ടിലെ വന്യമൃഗങ്ങൾ. അത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ മൃഗങ്ങളെ ഏതെടുത്ത് പഠിച്ചു? ഈവൻ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായ്ക്കുട്ടി, ഒരു പൂച്ച പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് അതിനടുത്ത് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഒന്ന് ചിരിക്കുവോ, ഒന്ന് തലയാട്ടുവെങ്കിലും ഒക്കെ ചെയ്യണേ. 3-4 പേരെയൊക്കെ കണ്ടോണ്ട് നിന്നായി പ്രസംഗിക്കുന്നത്. എല്ലാവരുടെയും മുഖം നോക്കി എല്ലാവരും ആത്മാവിലായതൊക്കെ പ്രസംഗിച്ച കാലത്ത് ഇപ്പം മാറി നമ്മൾ ഇങ്ങനെ പ്രസംഗിക്കുക. അപ്പം നിങ്ങളെ ഈ കാണുന്ന 3-4 പേരിലും ഞാൻ പറയത്തില്ല ആരൊക്കെയാണ് കാണുന്നത്, അപ്പൊ അവര് മാത്രം ഇങ്ങനെ ഭയങ്കര ഇതായിട്ടിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കണേ. നിങ്ങളുടെ ഒരു പ്രതികരണമൊക്കെ കണ്ടോണ്ട് ആത്മാവിൽ പ്രസംഗിക്കുന്നത്. ഒരിക്കലും നിങ്ങളുടെ ആ പ്രതികരണം പ്രസംഗത്തെ ഇടിച്ചു താഴ്ത്തുന്നതാകരുത്. പ്രസംഗത്തിന് ഒരു മോട്ടിവേഷൻ ആകണം. കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഏത് മൃഗങ്ങളും അതിന്റെ കുഞ്ഞിനെ, അല്ലെങ്കിൽ അത് ആ ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് അതിന്റെ കുഞ്ഞിനെ എടുക്കാൻ പോയാൽ അത് സമ്മതിക്കുകയില്ല. ഇനിയും നമ്മൾ മനുഷ്യരിലേക്ക് നോക്ക്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും അധികം പ്രൊട്ടക്ട് ചെയ്ത സമയം ഏതാ? അവര് കുഞ്ഞായിരുന്നപ്പം, അല്ലെ? എനിക്കൊരു കുഞ്ഞുണ്ടോ, 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. നമ്മളിപ്പോ അവളെ വളരെ കെയർ ചെയ്ത് എല്ലാ കാര്യത്തിലും ശ്രദ്ധിച്ച് നമ്മൾ നിൽക്കുക. കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം ആവശ്യമുള്ള സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ക്രൂര വന്യമൃഗങ്ങളുടെയോ വീട്ടിൽ വളർത്തുന്ന ബുദ്ധിയുള്ള മൃഗങ്ങളുടെയോ ഈവൻ മനുഷ്യന്റെയോ പോലും കുഞ്ഞിനെ സൂക്ഷിക്കുന്നതിനോടല്ല ബൈബിൾ ഒരു ഭക്തനെ സൂക്ഷിക്കുന്നതിനെ ഉപമിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്റെ കൂടെ വരണേ. ഞാൻ ആദ്യം പറഞ്ഞ ചിന്ത അങ്ങ് മനസ്സിൽ നിന്ന് മാറ്റിയേക്കണേ. ഏതാ ഇത്? നമുക്ക് കേട്ടിട്ടുള്ളതാണെന്നുള്ള ചിന്ത മാറ്റിയേക്കണം. രാത്രി ദൈവം തന്നൊരു വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത്. മുഖപുരയാണ്, ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഈ വന്യമൃഗങ്ങളോട് ക്രൂരമായി ആക്രമിക്കുന്ന സിംഹം, അങ്ങനത്തെ മൃഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വീട്ടിൽ വളർത്തുന്ന ബുദ്ധിയുള്ള മൃഗങ്ങളുണ്ട്. നമ്മള് മനുഷ്യരെന്ന ബുദ്ധിയുള്ള ജീവികൾ, ഇവരുടെ ഒക്കെ കുഞ്ഞുങ്ങളെ അവർ സൂക്ഷിക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങളെ സൂക്ഷിക്കുന്നതെന്നല്ല സങ്കീർത്തനത്തിനകത്തും ബൈബിളിന്റെ ഇതര ഭാഗങ്ങളിലും ദൈവം തന്റെ ഭക്തനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഇപ്പൊ അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ കരുണയെ അപ്പന്റെ കരുണയോട് ഉപമിച്ചിട്ടുണ്ട്. ഒരമ്മയുടെ വാത്സല്യത്തെ ഉപമിച്ചിട്ടുണ്ട്. പക്ഷെ സുരക്ഷയുടെ കാര്യം പറയുമ്പം, പിടികിട്ടുന്നുണ്ടോ? സുരക്ഷിതത്വത്തിന്റെ കാര്യം പറയുമ്പം ചിറകിന്റെ ഒരു പക്ഷി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ നിഴലിൽ സൂക്ഷിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഞാൻ ആ ഭാഗം കൂടുതൽ ധ്യാനിച്ചപ്പോൾ, ബുക്കുകൾ വായിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന് ഉദാഹരണമാണ് ഒരു പക്ഷി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? കാരണം ആ ചിറകിന്റെ മറവിൽ നിന്ന്, ആ ചിറകിന്റെ അടിയിൽ നിന്ന് പക്ഷിക്കുഞ്ഞിനെ ഇന്നുവരെ ഒരു പരുന്തനും റാഞ്ചിയിട്ടില്ല. പിടികിട്ടിട്ടുണ്ടോ? കറങ്ങി നടക്കുന്ന ഇതിലെയും അരി തപ്പിപ്പോയ, മറ്റ് ചെടികളുടെ ഇല തിന്നാൻ പോയ പക്ഷികളൊക്കെ, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പല സമയത്തും പരുന്തൻ റാഞ്ചിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ ചിറകിന്റെ അടിയിൽ പരുന്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, പരുന്തിനെ കാണുമ്പോൾ ചിറകിന്റെ അടിയിൽ കയറിയ ഒരൊറ്റ പക്ഷിക്കുഞ്ഞു പോലും ഇന്നുവരെ ഒരു പരുന്തിന്റെ ആക്രമണത്തിൽ പെട്ടിട്ടില്ല. പിടികിട്ടിയോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു സംഭവം ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ടത്, ഒരു വലിയ ഭൂകമ്പം ഒരു ദേശത്തുണ്ടായി. അവിടുത്തെ ഇഷ്ടം പോലെ മനുഷ്യർ മരിച്ചു, മൃഗങ്ങള്, പക്ഷി, പറവ ജാതികൾ ധാരാളം മരിച്ചു. അങ്ങനെ ഈ ഡെഡ് ബോഡികൾ മാന്തി എടുക്കുന്ന സമയത്ത്, ഡെഡ് ബോഡി മാന്തി എടുത്തവര് ഒരു കോഴിയെ കണ്ടു, ഒരു കോഴി. അപ്പൊ അവര് ഡെഡ് ബോഡികൾ ഇങ്ങനെ എടുത്തു മാറ്റുന്ന കൂട്ടത്തിൽ ഈ കോഴിയുടെയും എടുത്ത് കളയാനായിട്ട് മാറ്റിയപ്പോ ഈ കോഴിയെ ഇങ്ങോട്ട് വലിച്ചെടുക്കുകയും അതിന്റെ ചിറക് രണ്ടായിട്ട് വിടർന്നു. ഈ കോഴി ചത്തു, പക്ഷേ ഈ ചിറക് അപ്പോൾ രണ്ടായിട്ട് വിടർന്നു. അവർ കയ്യിലെടുത്ത സമയത്ത് അതിനകത്തുനിന്ന് ഒരു 7 കോഴിക്കുഞ്ഞ് ജീവനോടെ ചാടി. ആ ദേശത്ത് ഒറ്റ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല, ഒറ്റ പക്ഷിയും ഒറ്റ മൃഗവും രക്ഷപ്പെട്ടില്ല. പക്ഷെ ചിറകിന്റെ അടി കയറിയിരുന്ന ആ 7 കോഴിക്കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോണം, ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും സൂക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ച് നമ്മുടെ ദൃഷ്ടികളിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു സുരക്ഷിതത്വത്തിന്റെ നിഴലിലാണ് ദൈവം തമ്പുരാൻ നമ്മളെ മറച്ചു പിടിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സുരക്ഷിത അനുഭവിക്കുന്നവരാണ് ഈ പ്രസംഗം കേൾക്കുന്നതെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഇന്ന് രാത്രിയിൽ സ്തുതിക്കട്ടെ. ഉടമന ഹതരകൽ കമന. അങ്ങനെ ഈ ഒരു വചനം എനിക്ക് കിട്ടിയപ്പോ ഞാൻ അന്ന് രാത്രി ഒത്തിരി കർത്താവിന് സ്തോത്രം ചെയ്ത് വീണ്ടും പ്രാർത്ഥിച്ചു. കർത്താവിനോട് ഞാൻ ചോദിച്ചു, അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചോദിച്ചു, കർത്താവേ, ഈ ചിറകിന്റെ നിഴലിൽ സുരക്ഷിതത്വം തരിക എന്ന് പറഞ്ഞാൽ എന്താ കർത്താവേ അതിന്റെ അർത്ഥം?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്റെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, ഈ ചിറകിന്റെ നിഴലിൽ നീ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ എനിക്കതൊന്ന് കൂടുതൽ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് തന്നൊരു വെളിപ്പാടാണെന്ന് രാത്രി ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചേ, ഈ ചിറകിന്റെ നിഴല് എന്ന് പറഞ്ഞാൽ പുതിയ നിയമ ഭാഷയിൽ, പഴയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദൈവ പൈതലിനെ ദൈവം മറച്ചു പിടിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കാം. പഴയ നിയമത്തിൽ ദൈവ പൈതലിനെ അല്ലെങ്കിൽ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുരക്ഷിതത്വം നിറഞ്ഞ സ്ഥലം എന്ന നിലയിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്നത് അതിപരിശുദ്ധ സ്ഥലമാണ്. അതെന്താണെന്ന് ഞാൻ പുറകെ വിശദീകരിക്കാം. ഇനിയും പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട യേശു കർത്താവിന്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ കർത്താവ് മറച്ചു പിടിച്ചിരിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. പുതിയ നിയമഭാഷയിൽ പറഞ്ഞാൽ കൃപാസനത്തിന്റെ അകത്താ ദൈവം മറച്ചു വെച്ചേക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? ശബന അരഗതന വൈഡന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. പ്ലീസ്, നിങ്ങൾ ആ വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ആത്മാവിനൊന്ന് പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എല്ലാ ഡിസ്റ്റർബൻസുകളും, മനസ്സിനകത്ത് എല്ലാ തടസ്സങ്ങളും ഇന്ന് രാത്രി മാറട്ടെ. എനിക്കറിയാം, ഇന്ന് രാത്രി ഭയത്തോടെ നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന, പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഭയത്തോടെ നിൽക്കുന്ന ചിലരെ ഇന്ന് രാത്രി വചനം ശക്തീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം പുതിയ നിയമ കൺസെപ്റ്റ് അനുസരിച്ച് പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ ദൈവം മറച്ചു പിടിച്ചിരിക്കുന്ന സ്ഥലം ഏതാ? ഒന്ന് പറഞ്ഞാട്ടെ. അതിപരിശുദ്ധ സ്ഥലം. പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ കൃപാസനം. അപ്പൊ ഞാൻ ഈ വെളിപ്പാട് ദൈവം തന്നപ്പോ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ വെളിപ്പാടിനെ ഉറപ്പിക്കാൻ എന്തെങ്കിലും ചിന്തകൾ വചനത്തിനകത്തുണ്ടോ? ഞാൻ ഒരു കാര്യം കൂടെ അവിടെ നിന്നുകൊണ്ട് ദൈവവചനം പ്രസംഗിക്കുന്നവരോട്, വചനത്തെ വ്യാഖ്യാനിക്കുന്നവരോട് പറയാം. ദൈവം ഒരു വെളിപ്പാട് നമുക്ക് തന്നാൽ ആ വെളിപ്പാടിന് വചനത്തിനകത്തൊരു പിന്താങ്ങൽ ഉണ്ടായിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ വചനത്തിനകത്തെ പിന്താങ്ങൽ ഇല്ലാത്ത വെളിപ്പാടുകളാണ് ദുരുപദേശങ്ങളിലേക്ക് മാറുന്നത്. പിടികിട്ടുന്നുണ്ടോ? വചനത്തിന്റെ പിന്താങ്ങലില്ലാത്ത എന്തെങ്കിലുമൊക്കെ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, എന്തെങ്കിലുമൊക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, എന്തേലുമൊക്കെ വചനത്തിന്റെ പിൻബലമില്ലാതെ പറയുമ്പോഴാണ് അതൊരു ദുരുപദേശമായിട്ട് മാറുന്നത്. എന്നാൽ വചനത്തിനകത്ത് ദൈവം ഒരു വെളിപ്പാട് തന്നാൽ, ദൈവം വചനത്തിന്റെ ഒരു വെളിപ്പാട് തന്നാൽ അതിനെ കൂട്ടി യോജിപ്പിക്കാനുള്ളത് ഈ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ദൈവം നിനക്കൊരു ദൂത് പകർന്നു തന്നാൽ ആ ദൂതിനെ കണക്ട് ചെയ്യുന്ന, സപ്പോർട്ട് ചെയ്ത് നിർത്താവുന്ന, പിന്താങ്ങാവുന്ന ധാരാളം ഘടകങ്ങൾ ഈ പുസ്തകത്തിനകത്ത് ദൈവം അടക്കം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ അതിപരിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ കൃപാസനത്തിലാണ് അങ്ങ് എന്നെ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞല്ലോ, എനിക്കൊരു വെളിപ്പാട് തന്നല്ലോ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, അത് എങ്ങനെയാ കർത്താവേ? അപ്പൊ കർത്താവ് എനിക്ക് 2-3 വചനങ്ങൾ പുതിയ നിയമത്തിനകത്തും തന്നു. അതൊന്നും അല്ല മെസ്സേജ് എങ്കിലും ഞാൻ ആ ഒരു വെളിപ്പാടിനെ സപ്പോർട്ട് ചെയ്യാം. കാരണം ഇന്നത്തെ കാലത്തെ ആളുകൾ വചനം നന്നോലെ പഠിക്കുന്നവരും ധ്യാനിക്കുന്നവരുമാണല്ലോ. അപ്പൊ ഒരു വെളിപ്പാട് പറഞ്ഞാൽ അതിനകത്ത് ഒരു പിൻബലം പറയണം. ഒന്നാമത്, നിങ്ങൾ കൃപാസനത്തിലാണ് എന്നതിന്റെ ഒന്നാമത്തെ തെളിവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി ഒരു ജീവനുള്ള പുതുവഴി തുറന്നെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നു. എങ്ങോട്ടാ തുറന്നത്? പറഞ്ഞ ദൈവമക്കളെ, യേശു ക്രിസ്തുവിലൂടെ എനിക്ക് വേണ്ടി, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ജീവനുള്ള ഒരു പുതുവഴി തുറന്നെന്ന് പറയും. എങ്ങോട്ടാ തുറന്നത്? അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. പിടികിട്ടുന്നുണ്ടോ? എങ്ങോട്ടാ തുറന്നത്? അതിപരിശുദ്ധ സ്ഥലത്തേക്ക്. ഇനി രണ്ടാമത്തെ പിൻബലം, ദൈവം നമ്മളെ മറച്ചിരിക്കുന്നത് എവിടാ? അതിപരിശുദ്ധ സ്ഥലത്ത് അല്ലെങ്കിൽ കൃപാസനം. രണ്ടാമത്തെ സപ്പോർട്ട്, പിന്താങ്ങൽ, അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. എന്തിനാണെന്നറിയാമോ? എബ്രായ ലേഖകന്റെ ഭാഷ പറഞ്ഞാൽ ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്തോളം വരാൻ. പിടികിട്ടുന്നുണ്ടോ? ഇപ്പൊ രണ്ടാമത്തെ ഉറപ്പ്, എവിടാണ് നിങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ഇന്ന് രാത്രി പറഞ്ഞാട്ടെ, അതിപരിശുദ്ധ സ്ഥലത്ത്, കൃപാസനത്തിലാണ് ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്താ ഉറപ്പ്? ഒന്നാമത്തെ ഉറപ്പ്, യേശു ക്രിസ്തു കുരിശിൽ മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി തുറന്ന ജീവനുള്ള പുതുവഴി, ആ വഴി വെട്ടിയത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് എന്നെ കയറ്റിക്കൊണ്ടുപോകാനാണ്. പിടികിട്ടുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞത്, എനിക്ക് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നത്, അല്ലെങ്കിൽ
പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത് എന്തിനാ തന്നത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ. എവിടെ നിന്നുകൊണ്ട് വിളിക്കാൻ? ധൈര്യത്തോടെ കൃപാസനത്തിനകത്ത് കയറി നിന്ന് വിളിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ തെളിവ്, നമ്മളെ ദൈവം കൃപാസനത്തിൽ മറച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ തെളിവ് ശ്രദ്ധിച്ചേ. ആരാണ് അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നത്? പഴയ നിയമ കാഴ്ചപ്പാടനുസരിച്ച് ആരാ അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നത്? ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രമാണ് കയറുന്നത്, അല്ലേ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രസംഗത്തിന്റെ കൂടെ വരാൻ പറ്റുന്നുണ്ടോ? അതോ ഞാൻ സ്പീഡാണോ? ഞാൻ ഇത്രയും സ്പീഡിലൊന്നും പോകുന്ന ട്രാൻസ്ലേഷൻ വേണം ഭാഷ, ഹിന്ദിക്കാരുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, ചെയ്തു. ആരാ? ട്രാൻസ്ലേഷൻ. പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഓക്കെ, സ്വത്രം. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം, ഇപ്പൊ പറഞ്ഞത് മാത്രം. ഒരു ദൈവവചനത്തിനെ ദൈവം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അതിപരിശുദ്ധ സ്ഥലമാണ്. एक परमेश्वर के भक्त को संभालने वाला जो जगह है, परमेश्वर उनको अति पवित्र स्थान में संभालता है. അതിനുള്ള 3 തെളിവുകളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ തെളിവ്, യേശു ക്രിസ്തുവിന്റെ തുറക്കപ്പെട്ട വഴി, ജീവനുള്ള പുതുവഴി തുറന്നത് കൃപാസനത്തിലേക്ക് അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്തേക്കാണ്. उसका जो पहला चिन्ह मैंने बताया, यीशु मसीह ने जो मार्ग खोल के दिया, वो मार्ग जो है अति पवित्र स्थान की ओर खोल कर दिया. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, കൃപാസനത്തിനകത്തോട്ട് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ മേൽ പകർന്ന പുത്രത്വത്തിന്റെ ആത്മാവാണ് നമ്മളെ കൃപാസനത്തിനകത്ത് കയറി അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ യോഗ്യരാക്കിയ ഘടകം. दूसरी बात जो है, परमेश्वर ने हमको उनका पुत्र बनाया, इसलिए जो करुणा स्थल पर जाकर अब्बा पिता बुलाने का योग्यता परमेश्वर ने हमको दिया. മൂന്നാമത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞത്, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രമാണ് അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നത്. और तीसरी बात जो मैं अभी बता रहा था वो ये है कि पुराना करार के अंदर महायाजक जो है साल में एक बार अति पवित्र स्थान में जाते थे. അപ്പൊ അടുത്ത ചോദ്യം, നമുക്ക് അവിടെ അപ്പൊ കയറാൻ പറ്റുമോ? तो उसका पीछे एक सवाल ऐसा उठता है, तो क्या ऐसे स्थान पर क्या हम जा सकते हैं? പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് പോലും കയറാൻ പറ്റത്തില്ല, മഹാപുരോഹിതനും അത് ആണ്ടിലൊരിക്കൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. पुराना करार के अंदर याजक तो अंदर जा सकते ही नहीं थे, सिर्फ महायाजक जा सकते थे, और उसमें भी साल में एक बार जा सकते थे. അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെ അവിടെ കയറാൻ പറ്റും? अगर ऐसा है तो मैं कैसे वहां पर जा सकता हूं? പത്രോസ് പറയുന്നു, 1 പത്രോസ് 2:9, അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും, അടുത്തതാണ് നമ്മുടെ ദൂത്, രാജകീയ പുരോഹിത വർഗം. ആരാ? जो उसके जो पीछे नया करार के अंदर पहले दूसरी पत्रुस 2 अध्याय उसकी 9वीं आयत के अंदर इस प्रकार लिखा है कि हमें जो है परमेश्वर के राज्य स्थान पर राज्य पुत्र की तरह बुलाया है. അതെ, അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ വിശ്വാസികളായ നമ്മളെ കർത്താവ് കാണുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. अगर ऐसा है तो परमेश्वर जो है, जो नए करार के भक्तों को एक याजक के रूप में, महायाजक के रूप में बुलाया है. അങ്ങനെയാണെങ്കിൽ ഈ 3 തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിക്കുകയാണ്, വെളിപ്പാട് ദൈവം നമ്മെ സൂക്ഷിച്ചിരിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. और इस प्रकार ये तीनों बातों के द्वारा मैं आपको साबित कर सकता हूं कि परमेश्वर जो है हमें अति पवित्र स्थान में संभाल के रखा है. കരമൊന്ന് ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം अपने हाथों को उठाकर परमेश्वर को धन्यवाद और स्तुति करें. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ മെസ്സേജ് പഴയ നിയമ ഇസ്രായേലിനോട് വല്ലതും ആയിരിക്കണമായിരുന്നു പറഞ്ഞത്. അവർ എഴുന്നേറ്റ് നിന്ന് തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ആരാധിക്കും, കാരണം അവരൊക്കെ കാണാൻ കൊതിച്ച സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം. अगर मैं ये संदेश पुराने करार के इस्राएल के लोगों को बताया होता तो वो नाच कूद के खड़े होते, चिल्लाकर खड़े होते, क्योंकि उन्हें सबसे इच्छा आग्रह यही रहते थे कि वो अति पवित्र स्थान को देख पाए. അവര് കാണാൻ ആഗ്രഹിച്ച സ്ഥലത്താണ് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. वो जो इच्छा रखते थे, स्वप्न देखते थे कि अति पवित्र स्थान में जाकर देखे, वही स्थान पर परमेश्वर यीशु मसीह ने हमको उसी पवित्र स्थान में रखा है. ഈ വചനത്തിനകത്തെ അത്ഭുതങ്ങളൊന്നും പുതിയ നിയമ വിശ്വാസികൾക്ക് അത്ര അങ്ങോട്ടൊരു അകത്തോട്ട് സന്തോഷത്തോടെ കയറത്തില്ല. നമുക്ക് അതിന്റെ വില അറിയത്തില്ല. അതാ. और ये नया करार के जो परमेश्वर के लोग हैं, उन्हें ये
जो वचन की अंदर की गहराई जो है उसके अंदर जाकर उसे स्वीकार करना, उसे समझना, ये बहुत मुश्किल है। അപ്പം ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം അതിപരിശുദ്ധ സ്ഥലം. ആ സ്ഥലത്തിന്റെ കുറെ പ്രത്യേകതകൾ ഞാൻ ഈ ഒരു മൂന്ന് മാസം കഴിഞ്ഞല്ലോ ഇപ്പൊ പ്രശ്നം തുടങ്ങിയിട്ട്. ഈ 3 മാസമായിട്ട് വെള്ളിയാഴ്ചകളിൽ ഞാൻ എന്റെ സഭകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അരമണിക്കൂർ 40 മിനിറ്റ് 3/4 മണിക്കൂർ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. അപ്പം ഈ ഒരു 3 മാസം കൊണ്ട് നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മനസ്സിലാവും നിങ്ങൾ എത്ര സമയം ഞാനിത് പ്രസംഗിച്ചു. അപ്പം ഒരു 7-8 ചിന്തകൾ ഉണ്ട്. അതിന്റെ പകുതിയെ ഞാനിപ്പോ ഇവിടെ ചർച്ചിൽ വരെ ആയിട്ടുള്ളൂ. അപ്പം അതിനകത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് സ്പർശിച്ച് അവസാനിപ്പിക്കാം. और मैं जो आपको बताने वाला हूं ये अति पवित्र स्थान के जो खासियत है, जो खास बातें हैं, वो आपको आज मैं सिखाना चाहता हूं. उसमें बहुत सारी बातें हैं, लेकिन उसकी मुख्य 1-2 बातों को बताकर समाप्त करूंगा. ഒന്നാമത്തെ കാര്യം, ഈ അതിപരിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതകൾ എന്താണ്, അല്ലെങ്കിൽ അവിടെയുള്ള प्रोटेक्शन അല്ലെങ്കിൽ അവിടെയുള്ള അനുഗ്രഹങ്ങൾ എന്താണെന്ന് നാം ധ്യാനിക്കാൻ പോകുന്നു. यहाँ पर अब जो आगे हम देखने वाले हैं यही है कि ये अति पवित्र स्थान में परमेश्वर की भक्तों को जो संभाल के रखे हैं उसके कुछ खास बातें क्या है. ഒന്നാമത്തെ കാര്യം എഴുതുന്നവരുണ്ട്, എഴുതിക്കോ. അതിപരിശുദ്ധ സ്ഥലത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, this is the most safest place in this world. ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും സുരക്ഷിതത്വം നിറഞ്ഞ സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം. अति पवित्र स्थान की सबसे पहली बात जो है, जो लिखना चाहते हैं लिख सकते हैं, यह है कि वो दुनिया के सबसे सुरक्षित स्थान है. ഈ സുരക്ഷയെ കുറിച്ച് മനുഷ്യൻ എല്ലാ കാലത്തും ആശങ്കകളുണ്ട്. और ये सुरक्षा के बारे में मनुष्य को हमेशा शंका रहता है. അതുകൊണ്ട് തന്നെ നമ്മൾ സുരക്ഷയെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ധാരാളം മുൻകരുതൽ എടുക്കാറുണ്ട്. और इसलिए सुरक्षा के बारे में हमारे मन के अंदर कुछ विचार धारणा है. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. मैं 1-2 उदाहरण आपको बताता हूं. നാട്ടിലെ ഒരു വീട് പണിയണമെങ്കിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ചില സുരക്ഷാ സംവിധാനം ഉണ്ട്. അത് പാലിച്ചാൽ മാത്രമേ ഒരു വീട് നിങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ കേരളത്തിൽ പണിയാൻ പറ്റൂ. हमारा केरल के अंदर अभी आजकल ऐसा चल रहा है कि अगर हम एक घर बनाना चाहते हैं तो गवर्नमेंट के आधार के ऊपर उनके कुछ आदेश के अनुसार सुरक्षित की बातों को रखना पड़ते हैं, फिर ही हम घर बना सकते हैं. രണ്ടാമത്തെ കാര്യം, നമ്മള് ഒരു വാഹനം മേടിക്കുകയാണെന്ന് ചിന്തിച്ചു. अब ऐसा अनुमान करें, दूसरी एक उदाहरण बताना चाहता हूं कि अगर हम एक गाड़ी खरीदना चाहते हैं, നിങ്ങൾക്ക് മെഴ്സിഡസ് ബെൻസിന്റെ ഒരു കാറ് നിങ്ങൾക്ക് 50,000 രൂപയ്ക്ക് തരാം. പക്ഷെ ആ കാറിന് ബ്രേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ എത്ര പേര് മേടിക്കും ഇതിനകത്ത്? आप ऐसा अनुमान करें कि आप एक गाड़ी खरीदने जा रहे हैं और आप मर्सिडीज बेंज आपको खरीदने के लिए एक व्यक्ति आपको कहते हैं कि ये मैं 50,000 रुपये में देता हूं, लेकिन ये गाड़ी में ब्रेक नहीं है, तो कितने लोग उसे खरीदेंगे? ഇനി അതിനേക്കാളും കൂടിയ ഒരു കാറ് 25,000 രൂപയ്ക്ക് തരാം, സ്റ്റിയറിംഗ് ഇല്ല, എത്ര പേര് മേടിക്കും? और उससे भी बढ़कर मर्सिडीज से भी बड़ा गाड़ी अगर आपको देगा, ऐसा कोई कहता है 25,000 रुपये में, लेकिन उस गाड़ी के अंदर गियर नहीं है, अगर ऐसा बताए तो कितने लोग खरीदेंगे? നമ്മൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാ. हम अपनी सुरक्षा के लिए हम बहुत बड़ी स्थान देता है. അപ്പം ഞാൻ പറഞ്ഞത് സുരക്ഷയെ കുറിച്ച് നമ്മൾ ആശങ്ക ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളം മുൻകരുതലുകൾ എടുക്കും. इसलिए सुरक्षा के बारे में हम बहुत ध्यान देते हैं, ध्यान रखते हैं. इसलिए हम अपने आप को संभालने के लिए हम बहुत कुछ करते हैं. സാഹചര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ വ്യക്തികളുടെ സ്റ്റാറ്റസ് പ്രിവിലേജ് കൂടുന്നതിനനുസരിച്ച് അവരുടെ സുരക്ഷിതത്വത്തിന്റെ അളവും ഭയങ്കര വർദ്ധിക്കും. हम पॉलिटिक्स के बारे में देखो या इतिहास के अंदर देखते हैं, मनुष्य के जो स्थान है समाज के अंदर जितना ऊपर जाते हैं, उस ऊपर जाने से उसकी सुरक्षा के लिए भी वो और बढ़ाते हैं. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നു 48 മണിക്കൂറിലേക്ക്. और पिछले कुछ दिन पहले यूएस का जो प्रेसिडेंट डोनाल्ड ट्रंप जो है हमारे भारत में आए. അദ്ദേഹം ഈ ഇന്ത്യയിൽ വന്നപ്പം 48 മണിക്കൂറിൽ ആകെപ്പാടെ അദ്ദേഹം റോഡ് മാർഗം സഞ്ചരിച്ചത് വെറും 3-4 മണിക്കൂർ മാത്രം. वो 48 घंटे के लिए भारत में आए. उस 48 कलाक के अंदर सिर्फ 3 या 4 कलाक ही मार्ग में मतलब रोड पे यात्रा किया. ഈ 48 മണിക്കൂർ 4 മണിക്കൂർ സഞ്ചരിച്ചത് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ
അദ്ദേഹത്തിന് വേണ്ടി അമേരിക്കയിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഫ്ലൈറ്റിൽ ഈ ഇന്ത്യയിൽ 4 മണിക്കൂർ സഞ്ചരിക്കാനുള്ള ഒരു കാർ കൊണ്ടുവന്നു. और उस 3 से 4 घंटे कलाक जो मार्ग में यात्रा करने के लिए 48 घंटे के लिए जो आए थे, उस ट्रम्प के लिए एक खास गाड़ी, एक स्पेशल फ्लाइट में, प्लेन में यहां पर उतारे. ഇന്ത്യ കാറിൽ വെച്ചിട്ടാണ് അവിടുന്ന് കാറും കൊണ്ടുവന്നത്. क्या भारत में कोई गाड़ी नहीं था इसलिए उस गाड़ी को यहां पर उतारे? അല്ല, ഞാൻ ആ വാർത്ത വായിച്ചപ്പോ ഞെട്ടിപ്പോയി. लेकिन मैं जब वो संदेश को पढ़ा तो डर गया. കാരണം അത്രമാത്രം സുരക്ഷിതത്വമാണ് ആ ഒരു കാറിനകത്ത് അവിടെ അവർ ക്രമീകരിച്ചേക്കുന്നത്. उस गाड़ी के बारे में मैंने जब पढ़ा तब मैं अचंभित हो गया, क्योंकि उसके अंदर यात्रा करने वालों की सुरक्षा के लिए वो बहुत कुछ करके रखे हैं. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ പ്രിവിലേജ് അനുസരിച്ച് ആളുകളുടെ സുരക്ഷിതത്വത്തിന്റെ അളവ് വർദ്ധിക്കും. और यही मैं बता रहा था कि समाज के अंदर, देश के अंदर जैसे एक व्यक्ति का स्थान बढ़ता है तो उसकी सुरक्षा भी लोग बढ़ाते हैं, दुनिया बढ़ाते हैं. ഈ കാലമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം കൂടെ പറയാം. इस दुनिया के आजकल के संपर्क में भी एक बात मैं बताऊं. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും അധികം സുരക്ഷിതത്വമുള്ള പ്രധാനമന്ത്രിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ब्रिटेन की जो प्रधानमंत्री है, ब्रिटेन की प्रधानमंत्री को दुनिया के अंदर सबसे ज्यादा सुरक्षा दिया जाता है. അദ്ദേഹത്തിന്റെ വീട്ടിനകത്ത് കൊറോണ കയറി. उसके घर के अंदर लेकिन कोरोना बीमारी घुस गया. ഞാൻ പറഞ്ഞു വന്ന എത്രേ ഉള്ളൂ, ഈ ലോകത്തിൽ ഏത് വസ്തുക്കളിലും വ്യക്തികളിലും നാം എത്രമാത്രം സുരക്ഷിതത്വം കണ്ടെത്തിയാലും അതിന്റെ എല്ലാം ഇടയിലൂടെ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട്. और मैं कहने का मतलब सिर्फ इतना ही है, दुनिया के नजरिए से हम कितना भी सुरक्षा एक व्यक्ति के लिए उनके आजू बाजू में जो भी है कर दे, लेकिन फिर भी वो आक्रमण हो सकता है, क्योंकि उस प्रधानमंत्री के घर के अंदर भी कोरोना की बीमारी पकड़ लिया. എന്നാൽ ഇന്ന് രാത്രിയിൽ ഉറപ്പോടെ ദൈവമക്കളായ നമുക്ക് പറയാൻ കഴിയും, സർവശക്തന്റെ നിഴലിൻ കീഴിൽ അതിപരിശുദ്ധ സ്ഥലത്താണ് നിങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഏതൊക്കെ ശക്തികൾ നിങ്ങളെ ആക്രമിക്കാൻ വന്നാലും നിങ്ങൾ സേഫ് ആയിരിക്കും, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. लेकिन आज रात को मैं गर्व से बता सकता हूं कि जो सर्व प्रधान के पंख के आड़ में जो रहते हैं, उससे ये सारी बातों से हम सुरक्षित रहते हैं. അപ്പൊ ഈ അതിപരിശുദ്ധ സ്ഥലം സുരക്ഷിതത്വം നിറഞ്ഞ സ്ഥലമുള്ളതാണെന്ന് പറയാനുള്ള 2-3 തെളിവ് കൂടെ പറയാം. और ये अति पवित्र स्थान में सुरक्षा बहुत है, ये बताने के लिए 1-2 बातें और मैं बताऊं. നിങ്ങൾ പഠിക്കുന്നവരാണല്ലോ, നിങ്ങൾക്കറിയാം പഴയ നിയമ ദേവാലയത്തെ പ്രധാനമായിട്ട് 4ആയിട്ട് തിരിക്കാം. और हम जानते हैं, मैं जानता हूं कि आप लोग वचन को जानते हैं, हमारी पुराने करार के जो मंदिर थे उसको 4 अलग खास भाग में हम बांट सकते हैं. ഒന്നാമത്തേത് ജാതികളുടെ പ്രാകാരമാണ്. पहली बात जो है अन्य जातियों के आंगन. രണ്ടാമത്തേത് യഹൂദന്റെ പ്രാകാരമാണ്. दूसरी बात जो है यहूदियों का आंगन. മൂന്നാമത്തേത് വിശുദ്ധ സ്ഥലമാണ്. तीसरी बात जो है पवित्र स्थान. നാലാമത്തേത് അതിപരിശുദ്ധ സ്ഥലം. और चौथी है अति पवित्र स्थान. അപ്പം ഈ ഒന്നാമത്തെ സ്ഥലം അല്ലെങ്കിൽ ജാതികളുടെ പ്രാകാരത്തിൽ ജാതികൾക്ക് കയറാം. और जो पहला भाग है वो अन्य जातियों का आंगन है, वहां पर अन्य जातियों के लोग आ सकते हैं. രണ്ടാമത്തെ സ്ഥലം യഹൂദന്റെ പ്രാകാരമാണ്. അവിടെ യഹൂദന് വരെ, അവിടം വരെ യഹൂദന് വരാം. और दूसरा जो स्थान है वो यहूदियों का आंगन है, वहां पे यहूदी लोग वहां तक आ सकते हैं. മൂന്നാമത്തെ സ്ഥലം വിശുദ്ധ സ്ഥലമാണ്. तीसरी जो स्थान है वो है भाग है वो पवित्र स्थान है. അവിടെ ലേവി കുടുംബത്തിനും അല്ലെങ്കിൽ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കയറി വരാം വിശുദ്ധ സ്ഥലത്ത്. और उस स्थान पे जो लेवी गोत्र के मंदिर की सेवकाई के लिए अलग किए हुए जो याजक लोग हैं वो वहां तक जा सकते हैं. എന്നാൽ ഈ നാലാമത്തെ സ്ഥലം എന്ന് പറയുന്ന അതിപരിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ കൃപാസനം. और ये चौथी जो भाग है वहां पर जो अति पवित्र स्थान कहते हैं या नया करार के अंदर अनुग्रह का जो स्थान कहते हैं. അവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആണ്ടിൽ ഒരിക്കൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കൽ മഹാപുരോഹിതന് മാത്രമേ കയറാൻ പെർമിഷൻ ഉള്ളൂ. और मैंने पहले जैसे बताया वहां पर साल में एक ही बार महायाजक उसके अंदर जा सकते हैं, प्रवेश कर सकते हैं.
നിങ്ങൾ ആ മഹാപുരോഹിതൻ കേറുന്ന രംഗം ഒന്ന് കാണണം. അദ്ദേഹം ജീവനെ ഭയന്ന് അതിനകത്ത് കയറുന്നത്. आप जो है वो महायाजक उस समय जो अंदर जाते हैं, उस समय उसकी मन की बात को विचार करो, क्योंकि उसकी जीवन का भय के साथ वो अति पवित्र स्थान में जाते हैं. പാപത്തിന്റെ ഒരു അംശം എങ്ങാനും അദ്ദേഹത്തിൽ ഉണ്ടെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് കാല് വെക്കുമ്പോൾ അമ്മേരെ ജീവൻ പോവുക. और उसके जीवन के अंदर पाप का थोड़ा सा भी रह गया तो जैसे ही वो पैर उस अति पवित्र स्थान में रखते हैं, वहीं पर वो मरकर गिर जाते हैं. കാരണം 10,000 മെഗാവാട്ട് കറണ്ടിനേക്കാളും പവർ അവിടെ വ്യാപരിക്കുന്നത്. क्योंकि वहां पर 10,000 वॉट इलेक्ट्रिसिटी, बिजली की जो ताकत है, उस ताकत से बढ़कर वहां पर वो ताकत वहां पर है. അവിടെ നിന്നോട് ഞാൻ പ്രായോഗികമായിട്ട് ദൂത് പറയാം. കർത്താവ് നമ്മളെ എവിടെ ആക്കി വെച്ചേക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ഓർത്തോണം, ഇവിടെ വിശുദ്ധിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള സ്ഥലമാണ്. और इसलिए मैं जो संदेश आज आपको ये बताना चाहता हूं कि यीशु मसीह ने हमें अति पवित्र स्थान में रखे हैं, तो वहां पर पवित्रता के लिए एक बहुत बड़ा स्थान है. കൃപായുഗം അല്ലായിരുന്നെങ്കിൽ ഇന്ന് ദൈവമക്കളെന്ന് പറയുന്നവരിൽ ഒരുപിടി ചാരം മാത്രമേ കാണത്തുള്ളായിരുന്നു. കാരണം അത്ര ഡേഞ്ചർ പ്ലേസ് ആണ് അതിപരിശുദ്ധ സ്ഥലം. अगर ये युग जो है परमेश्वर का अति करुणा में भरा हुआ युग है, इसलिए मैं प्रभु को धन्यवाद देता हूं. नहीं तो जो परमेश्वर के भक्त अपने आप को समझते हैं, उनमें से कुछ राख ही बच जाते, क्योंकि वहां पर इतना ताकत है. ഞാൻ പറഞ്ഞല്ലോ, ജീവനെ ഭയന്നാണ് മഹാപുരോഹിതൻ പോലും ഇതിനകത്ത് കയറുന്നത്. मैं आपको बताया ये महायाजक भले हैं, लेकिन अपने जीवन का भय के साथ वो अंदर जाते हैं. നിങ്ങൾ വചനം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഈ നടുക്കട്ടിൽ ഒരു മണി ഒരു മാതളപ്പഴം, ഒരു മണി ഒരു മാതളപ്പഴം, ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ വിതുമ്പുകളിലും നടുഭാഗത്തും ഒക്കെ ആയിട്ട് കെട്ടിക്കൊണ്ടാണ് അദ്ദേഹം അതിപരിശുദ്ധ സ്ഥലത്തോട്ട് കയറുന്നത്. और आपने शायद वो महायाजक के बारे में पढ़ा होगा कि जो वस्त्र वो पहनकर अंदर जाते हैं, उस वस्त्र के नीचे के कोने में एक दाड़म और उसके बाजू में एक घंटी, उसके बाद फिर से दाड़म, उसके बाद फिर से घंटी, ये सिलाई करके उस पे लगाया है. ऐसा वस्त्र पहनकर वो अंदर जाते हैं. എന്നിട്ട് അതിനോട് ചേർത്ത് ഒരു ചരട് കെട്ടി വിശുദ്ധ സ്ഥലത്തോട്ട് ഇട്ടിട്ട് അകത്തോട്ട് കയറുന്നത്. കാരണം അകത്ത് കയറുമ്പോൾ എങ്ങാനും പാപത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് മരിക്കാൻ സാധ്യതയുണ്ട്. മരിച്ചാൽ ഒരാൾക്ക് അകത്ത് കയറി എടുത്തോണ്ട് വരാനുള്ള പെർമിഷൻ ഇല്ല, വലിച്ചു പുറത്തിടുകയുള്ളൂ. और उसके बाद उसके वस्त्र के एक तरफ एक डोरी बांधकर वो अंदर जाते हैं. वो डोरी या वो चेन को इसलिए बांधते हैं क्योंकि अगर वो गिर जाए तो किसी व्यक्ति उसके अंदर प्रवेश कर नहीं सकते, इसलिए उसे खींच के बाहर निकालते हैं. ജീവനെ ഭയമുള്ള ഒരു വ്യക്തി പോലും അതിപരിശുദ്ധ സ്ഥലത്ത് കയറത്തില്ല. जो जीवन से डरते हैं वो एक ऐसा व्यक्ति भी, कोई भी ऐसी अति पवित्र स्थान में जाते नहीं हैं. ഞാൻ പ്രായോഗികമായിട്ട് ഒരു ദൂത് പറയാം. मैं एक प्रैक्टिकल संदेश इसके अंदर से आपको देना चाहता हूं. നമ്മെ പലരും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ, हमको अनेक लोग जब आक्रमण करने के लिए कोशिश किया, നമ്മളായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ ആട്ടിപ്പായിക്കാൻ ധാരാളം മനുഷ്യ ശക്തികളും പിശാചുമായിട്ട് കൈകോർത്ത് ശ്രമിച്ചപ്പോൾ, और हम जिस स्थान में थे उस स्थान से हमें गिराने के लिए शैतान और उसके कई लोग जो मिलकर हमें गिराने के लिए जब कोशिश किया, നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്തുനിന്ന്, आपके पारिवारिक जीवन के अंदर से, നിങ്ങളുടെ ശുശ്രൂഷ സ്ഥലങ്ങളിൽ നിന്ന്, आपकी सेवकाई के स्थान से, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്, और आप जहां रहते हैं उस जगह से നിങ്ങളെ ഇളക്കി മാറ്റാൻ ധാരാളം ശക്തികൾ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. कहीं आपको गिराने के लिए, वहां से हटाने के लिए कई शक्तियों ने कोशिश किया है. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് അത് പറഞ്ഞത്. मैं ऐसा इसलिए बताया क्योंकि मेरा अनुभव ऐसा पहले हुआ है. 2003 എന്റെ പേരൻസിന് വലിയൊരു അപകടം ഉണ്ടായി. 2003 में मेरे पेरेंट्स जो है उनके जीवन में एक बहुत बड़ी दुर्घटना हुई. ഏകദേശം 1.5 വർഷത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു.
कोटयम के मेडिकल कॉलेज के अंदर चिकित्सा किया. पाസ്റ്റർ എനിക്കൊന്ന് ഹിന്ദിക്കാരൻ ഔട്ടായി, കണ്ടിന്യൂസ് പ്രസംഗിച്ചു. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചേ, 1.5 വർഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ശുശ്രൂഷയിലായിരുന്നു. അതിനുശേഷം കുറെ നാൾ പപ്പാട് അനിയന്റെ വീട്ടിലെ താമസം. ഇങ്ങനെ 2-2.5 വർഷത്തിന് ശേഷം 2005 ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ, എന്റെ കൂടെ നിങ്ങൾ വരണേ. 2005 ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു സ്ത്രീ പറയുക, നിങ്ങൾ ഇവിടെ തിരിച്ചു വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ചെയ്തു വെച്ചത് നിങ്ങൾ ഒരിക്കലും തിരിച്ചു വരാതിരിക്കാനുള്ളതാ ചെയ്തു വെച്ചത്. ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയാം, നീ ഒരിക്കലും നീ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാതിരിക്കാൻ, നീ നിന്നിരുന്ന സ്ഥലത്തുനിന്ന് ഇളക്കി മാറ്റാൻ, നിന്റെ ജോലി സ്ഥലത്ത്, ശുശ്രൂഷ തലങ്ങളിൽ, ആത്മമേഖലയിൽ, വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ പല സമയങ്ങളിൽ നിന്നെ പല മനുഷ്യ ശക്തികളും പൈശാചിക വ്യാപാരങ്ങളും ഇളക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇന്ന് രാത്രിയിലും കാലൂന്നി നിവരാൻ നിൽക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഒരു നിഷ്കണ്ഠനും അതിനകത്ത് കടക്കത്തില്ലെന്ന യെശയ്യാ പ്രവാചകന്റെ വാക്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പോരാട്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, ഇളക്കി മാറ്റുന്ന ശക്തികൾ ഇല്ലാഞ്ഞിട്ടല്ല, അന്ധകാര വ്യാപാരങ്ങൾ നീ ആയിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പിഴുതു മാറ്റാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ഇന്ന് രാത്രി ഒറ്റക്കാരിയ, ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കാൻ, കാലൂന്നി നിൽക്കാൻ ഒരൊറ്റ കാരണമാ, അതിപരിശുദ്ധ സ്ഥലത്താണ് എന്റെ ദൈവം എന്നെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന വെളിപ്പാടാണ്. ഇന്ന് രാത്രിയിൽ അങ്ങനെ അനുഭവിച്ചവരുണ്ടെങ്കിൽ ഈ ദൂതിനോട് ആത്മാവിൽ പ്രതികരിക്കണം. കുടുംബജീവിതത്തിനകത്തുനിന്ന്, ബന്ധത്തിനകത്തുനിന്ന് നിന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചില്ലേ? ഹല്ലേലൂയ. നീ ആയിരുന്ന ജോലി സ്ഥലത്തുനിന്ന് ഇളക്കി മാറ്റാൻ എത്ര മനുഷ്യ ശക്തികൾ ശ്രമിച്ചു, പക്ഷെ നീ ഇന്നും അവിടെ നിൽക്കുന്നു. ഒരൊറ്റ കാരണമാ ദൈവം ഇതിലെ, നിന്നെ ദൈവം അതിപരിശുദ്ധ സ്ഥലത്താ സൂക്ഷിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഉടമന കതര റഗൽ ഖൗഡമ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച് ദൂത് സ്വീകരിച്ചോണം. അതെ, ഏതൊക്കെ മനുഷ്യ ശക്തികൾ ജോലി മേഖലയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയാം, അവർ അവിടെ കിടന്ന അഭ്യാസങ്ങൾ കാണിക്കത്തേ ഉള്ളൂ, നിന്നെ തോടാൻ കഴിയത്തില്ല. കാരണം യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, യു ആർ പ്രൊട്ടക്റ്റഡ് ബൈ ദ പവർ ഓഫ് ഗോഡ്. നീ ദൈവ ശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്ന ദൈവവേദന. ഒരു മനുഷ്യനും നിന്നെ തോടാൻ കഴിയത്തില്ല. അപ്പോൾ ഒന്നാമത്തെ ചിന്ത, അതിപരിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ സുരക്ഷിതനാണ് എന്ന് പറയാൻ കഴിയും. കാരണം അതിപരിശുദ്ധ സ്ഥലം എല്ലാവർക്കും ഭയമുള്ള, പേടിയുള്ള, കേറി ആക്രമിക്കാൻ ആളുകൾ ഭയപ്പെടുന്ന സ്ഥലമാണ് അതിപരിശുദ്ധ സ്ഥലം. ഞാൻ അവിടെ നിന്ന് വചനത്തിനകത്തൂടെ ഒരു തെളിവൂടെ പറയാം. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചിട്ട് ദൈവം അരുളി ചെയ്തത് കൊട്ടാരത്തിൽ കയറി പറഞ്ഞ പ്രവാചകനാണ് ഏലിയാവ്. ശ്രദ്ധിച്ചേ, പറഞ്ഞ അന്ന് തൊട്ട് ദേശത്ത് വരൾച്ച ഉണ്ടാകാൻ തുടങ്ങി. ദേശത്ത് വരൾച്ച ഉണ്ടാകാൻ തുടങ്ങിയപ്പോ തൊട്ട് ഇദ്ദേഹമാണ് വരൾച്ചയ്ക്ക് കാരണമെന്ന് അവിടുത്തെ രാജാവ് ആഹാബിന്റെ ഭാര്യ ഇസബേലും എഴുതി കണക്ക് കൂട്ടിയിട്ട് ഇദ്ദേഹത്തെ കൊല്ലുവാനായി പിടിക്കാൻ ധാരാളം പേരെ ധാരാളം സ്ഥലങ്ങളിലേക്ക് അയച്ചു. പക്ഷേ 18-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ അവിടെ എഴുതിയേക്കുന്നു, ദൈവം ഏലിയാവിനോട് പറഞ്ഞു, 3.5 വർഷം കഴിഞ്ഞപ്പം ഇനിയും നീ നിന്നെ തന്നെ പോയി വെളിപ്പെടുത്തിക്കോ. ശ്രദ്ധിച്ചേ, 3.5 വർഷം കൊല്ലാനായിട്ട് രാജകീയ കൽപ്പന പ്രകാരം എല്ലാ ദേശങ്ങളും അരിച്ചു പറക്കിയിട്ടും ഈ ഭക്തനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇവനെ ദൈവം ഒളിപ്പിച്ച സ്ഥലത്തെ കുറിച്ച് ഈടാ ഞാൻ വായിച്ചത്. സീദോനിലാണ് കുറച്ചു നാള് ഏലിയാവിനെ ദൈവം സൂക്ഷിച്ചത്. സീദോൻ എന്ന് പറഞ്ഞാൽ ഇസബേലിന്റെ ജന്മസ്ഥലം. ശ്രദ്ധിച്ചേ, ഈ ദൈവദാസനെ ദൈവം സൂക്ഷിച്ച് എവിടെയാണെന്നറിയാവോ? ശത്രുവിന്റെ മൂക്കിന്റെ താഴെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നിട്ടും തൊടാൻ കഴിഞ്ഞില്ല. ഞാൻ പറയട്ടെ, നിന്നെ ദൈവം സൂക്ഷിച്ചാൽ, ദൈവം തമ്പുരാൻ നിന്നെ മറച്ചു പിടിച്ചാൽ, ലോകത്തിൽ ഏതു ശക്തികൾ എത്രമാത്രം അരിച്ചു പിറക്കിയാലും നിന്നെ കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം നിന്നെ ദൈവം ചിറകിന്റെ നിഴലിലാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്. അനുഭവിച്ചവരുണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. രണ്ടാമത്തേത്, ദൈവം എന്നെ അതിപരിശുദ്ധ സ്ഥലത്ത് ആക്കി വെച്ചിരിക്കുന്ന സുരക്ഷിതത്വത്തിന്റെ രണ്ടാമത്തെ തെളിവ് പറയാം. ശ്രദ്ധിച്ചു കേട്ടോ. രണ്ടാമത് കൃപാസനം, അല്ലെങ്കിൽ ഈ മേഴ്സി സീറ്റ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് മേഴ്സി സീറ്റ്. ഈ മേഴ്സി സീറ്റിനെ കവർ ചെയ്തിരിക്കുന്ന 2 ദൂതന്മാരുണ്ട്. നിങ്ങൾ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഗൂഗിളിൽ ഒന്ന് പോയി ടേബർനാക്കിൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഓരോ പാർട്ടും കാണാൻ പറ്റും വിശദമായിട്ട്. നിങ്ങൾക്ക് അപ്പൊ ഈ പ്രസംഗം നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പിക്ചറൊക്കെ കാണിച്ച് പറയണമെന്നുണ്ട്, പക്ഷെ സമയമില്ലല്ലോ. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അപ്പോൾ ഈ മേഴ്സി സീറ്റിനെ കവർ ചെയ്യുന്ന 2 ദൂതന്മാർ, ഹല്ലേലൂയ, ഈ 2 കെരൂബുകൾ
നമ്മളോട് ഒരു ആത്മീക സത്യം പറയുക. പുതിയ നിയമ വിശ്വാസികളായ അതിപരിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെടുന്ന ദൈവവേദനോട് ഈ കെരൂബുകൾ ഒരു സാക്ഷ്യം പറയാനുണ്ട്. നിങ്ങളെ സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവത്തിന്റെ ദൂതന്മാർക്കുണ്ട്. അല്ലേ? എനിക്കറിയാം നിങ്ങൾ IPC-കാരല്ലേ, നിങ്ങൾ പഴയ വിശ്വാസികൾ, അതുകൊണ്ട് ഈ ദൂതന്മാരെന്നൊന്നും കേട്ടാൽ നിങ്ങൾക്ക് അത്ര വലിയ സന്തോഷമൊന്നും കാണത്തില്ല. ഈ ഒരു മെസ്സേജ് ന്യൂ ജനറേഷൻ ആളുകളോട് വല്ലതും പറയണമായിരുന്നു. അവര് ദൂതന്മാരെന്ന് കേട്ടാൽ എന്നോട് സന്തോഷമെന്ന് അറിയാവോ? കാരണം ഒരു ദൈവവേദന ഏറ്റവും കുറഞ്ഞത് കർത്താവിന്റെ പഠിപ്പിക്കലനുസരിച്ച് 2 ദൂതന്മാരുണ്ട് സദാസമയം പ്രൊട്ടക്ഷൻ. ഒരു ആമേൻ പറയാമോ? സന്തോഷമില്ല. 2 ഏഞ്ചൽസിനെയാണ്, അങ്ങനെ ഒന്ന് സ്വോത്രമൊക്കെ പറ. 2 ഏഞ്ചൽസിനെയാണ് നിങ്ങളുടെ വലത്തും ഇടത്തും നിൽക്കാൻ, നിങ്ങളുടെ മുമ്പിലും പുറകിലും നിൽക്കാൻ ദൈവം തമ്പുരാൻ അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? അതിപരിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ 2ാമത്തെ സുരക്ഷിതത്വം ദൈവിക ദൂതന്മാരുടെ സുരക്ഷിതത്വം. ഒരിക്കൽ കൂടെ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഈ പ്രൊട്ടക്ഷനെ കുറിച്ച് 91 സങ്കീർത്തനത്തിനകത്ത് പറയുന്നുണ്ട്. 91 സങ്കീർത്തനത്തിനകത്ത് എഴുതിയേക്കുന്നു, നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. 11ാമത്തെ വാക്യം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചേക്കുക. ശ്രദ്ധിച്ചേ, നമ്മൾ പല വഴികളിലും വീഴാഞ്ഞതിന്റെ കാര്യം പറഞ്ഞത് അത് ഹൈവേ ആയിരുന്നു, അതുകൊണ്ടാ വീഴാതിരുന്നത്. നമ്മൾ പിന്നെ പറയാറുണ്ട് തട്ടിയ കല്ല് ചെറുതായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ട കാര്യം ചിലരൊക്കെ സാക്ഷ്യത്തിനകത്ത് പറയാറുണ്ട്. ചിലര് പറയുന്നത് ഇട്ട ചെരുപ്പ് നല്ല പവർഫുൾ ആയിരുന്നു, ഷൂ ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടത്, നല്ല വിലയുള്ള ഷൂ ആയിരുന്നു അതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഇങ്ങനെ ചിലര് പിന്നെ അവരുടെ കാലിനെ കുറിച്ച്, അയ്യോ കാലിന് ബല ഉണ്ടായിരുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. കാലിന്, എന്റെ ദൈവത്തിലെ ഞാൻ കാലിന് ബല ഉണ്ടായിരുന്നത് കൊണ്ടോ ഇട്ട ചെരുപ്പിന്റെ പവർ കൊണ്ടോ കല്ലിന്റെ വലിപ്പക്കുറവ് കൊണ്ടോ അല്ല രക്ഷപ്പെട്ടത്. നിന്റെ വഴികളിൽ നിന്നെ സൂക്ഷിക്കാൻ നീ പോലും അറിയാതെ സർവശക്തൻ ഓർഡർ കൊടുത്തിരിക്കുന്ന ദൂതന്മാരുണ്ട്. പിടികിട്ടുന്നുണ്ടെങ്കിൽ സ്വതന്ത്രം പറഞ്ഞു ഹല്ലേലൂയ. എന്താ രക്ഷപ്പെട്ടത്? ഒറ്റ കാരണമാ, ദൈവത്തിന്റെ ദൂതന്മാരെ സുരക്ഷിതത്വത്തിന് വേണ്ടി നമുക്ക് മുമ്പിൽ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ പറയുന്ന 1-2 ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോവാം. അയ്യോ ബ്രേക്ക് ചവിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. എന്താ? ബ്രേക്ക് പിടിച്ചത് കൊണ്ടും എന്റെ പൊന്നോ, നിങ്ങളെക്കാളും നല്ലപോലെ ചവിട്ടിയ പലരും ഇന്നില്ല. പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അനുഭവിച്ചവരുണ്ടെങ്കിൽ സ്വോത്രം പറയണം കേട്ടോ. വണ്ടി ഓടിക്കുന്നവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞോ. ഞാൻ വണ്ടി ഓടിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ഒത്തിരി സ്വോത്രം പറയാനുണ്ട്. ചവിട്ടിയ ബ്രേക്കിന്റെ പവർ കൊണ്ടൊന്നും അല്ല നീ രക്ഷപ്പെട്ടത്. പിന്നെ അടുത്ത ആളുകൾ പറയുന്നത് അയ്യോ പെട്ടെന്ന് ക്രോസ് ചെയ്തുകൊണ്ട് രക്ഷ. എന്റെ പൊന്നോ, നിങ്ങളെക്കാളും പെട്ടെന്ന് വശങ്ങളിലൊക്കെ നോക്കി ക്രോസ് ചെയ്തവര് ഇന്ന് ഇല്ല ഇവിടെ. ഓ റബല ശംദര രഗദന അടകൽ കൗഡമന ഗസ്യാംധര. പിടികിട്ടുന്നുണ്ടോ? ചിലര് ഈ പൊടിക്കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളവര് അയ്യോ ആ കുഞ്ഞതെടുത്ത് വായിലിട്ടത്, എനിക്കൊരു കുഞ്ഞുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആ കുഞ്ഞതെടുത്ത് വായിലിട്ടത് കണ്ടതുകൊണ്ട് എന്റെ ദൈവത്തിലെ നീ അത് കണ്ടതല്ല, ദൈവത്തിന്റെ ദൂതം നിന്നെ കാണിച്ചതാ. പിടികിടുന്നുണ്ടോ? ഹതര മനഘടകജ കക്ഷസിയാന്തര. നമ്മൾ പല സമയത്തും സാക്ഷിയൊക്കെ പറയുമ്പോഴും ദൈവത്തെ വർണ്ണിക്കാനാണ് എഴുന്നേറ്റ് നിൽക്കുന്നെങ്കിലും ഏറ്റവും ഒടുവിൽ നമ്മളെ വർണ്ണിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഏതാണ്ടൊക്കെ ക്വാളിറ്റി കൊണ്ട് ഗുണസവിശേഷതകൾ കൊണ്ട് നേടിയെടുത്തെന്ന് സാക്ഷ്യം പറയുന്നത് എന്തിനാ? ദൈവത്തിന്റെ നാമത്തെ വർണ്ണിക്കാനിട്ടാ. പക്ഷെ പറഞ്ഞ ഒടുവൊക്കെ വരുമ്പോഴത്തേന് നമ്മൾ പറയും നമ്മള് ഏതാണ്ട് സംഭവമായിരുന്നു അതുകൊണ്ടൊക്കെ രക്ഷപ്പെടാന്നൊക്കെ നമ്മൾ പറഞ്ഞു ഒപ്പിക്കും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ വഴികളിൽ നീ സൂക്ഷിക്കപ്പെടാൻ ഒരൊറ്റ കാരണ സർവശക്തൻ ദൂതന്മാരെ അപ്പോയിന്റ് ചെയ്തേക്കുക. അവർ ദൈവവൈദ്യന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാരെ ദൈവം അപ്പോയിന്റ് ചെയ്തേക്കുക. ഞാൻ 1-2 കാര്യങ്ങളോടൊന്നും പറയട്ടെ. ഈ ദൈവത്തിന്റെ ഒരു ആത്മിക വെളിപ്പാണ് പറയുന്നത്, ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ ദൂതന്മാരെന്ന് പറഞ്ഞാൽ ഇൻവിസിബിൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്. ഒന്നുകൂടെ പറയാം, ഇൻവിസിബിൾ സ്പിരിച്വൽ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ കാണപ്പെടാത്ത അദൃശ്യ ലോകത്തിലെ ശക്തികളാണ് ദൂതന്മാര്. ഈ ദൂതന്മാരെ കണ്ടിട്ടുള്ളവരൊന്ന് കൈവരുത്താവോ? എനിക്ക് 3-4 പേരെയൊക്കെ കാണാം. കണ്ടിട്ടുള്ള ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത ദേവദാസ കണ്ടിട്ടുണ്ടോ? ദൂതന്മാരെ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? അത് ഇൻവിസിബിൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്. ആത്മമണ്ഡലത്തിൽ അദൃശ്യ ലോകത്തിലെ ശക്തികളാണ് ദൂതന്മാര്. ഇവരാണ് നമ്മളെ സൂക്ഷിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു കേട്ടോണം, ഞാൻ പറഞ്ഞത് ആത്മീക വെളിപ്പാടാണ്. നമുക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ,
അതും ഏറ്റവും കൂടുതൽ 90% എബവ് നമുക്ക് നേരിടുന്ന പോരാട്ടങ്ങൾ ഇൻവിസിബിൾ മേഖലകളിലാണ് ഉണ്ടാകുന്നത്. ഞാൻ ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. നമുക്കുണ്ടാകുന്ന പോരാട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പോരാട്ടം ഇൻവിസിബിൾ തലത്തിലാണ് ഉണ്ടാകുന്നത്. ഞാൻ ഈ 91 സങ്കീർത്തനത്തിനകത്ത് നിന്നാണല്ലോ പറഞ്ഞത്, അതിനകത്തും തന്നെ ഞാൻ തെളിയിക്കാം. നിങ്ങൾ ആ സങ്കീർത്തനം ഒന്ന് എടുത്തേ, ശ്രദ്ധിച്ചേ. രാത്രിയിലെ ഭയം, ബാക്കി 5 നോക്കിയേ. രാത്രിയിലെ ഭയം കണ്ടോ? കണ്ടെങ്കിൽ തലയൊക്കെ നാട്ടിയെ കൊള്ളാം. രാത്രിയിലെ ഭയം, ഓക്കെ. രാത്രിയിലെ ഭയം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കണ്ടിട്ടുള്ളവര്, അനുഭവിച്ചിട്ടുള്ളവരുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. രാത്രിയിലെ ഭയം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ആ മോനോടെ കയ്യോ ഉയർത്തുന്നു, നീല ടീഷർട്ട്. കണ്ടിട്ടുണ്ടോ മോനെ രാത്രിയിലെ ഭയം? കണ്ടിട്ടുണ്ടോ? ഓ ഗ്ലോറി, സ്വതന്ത്രം. ഞാൻ കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചേ, പകൽ പറക്കുന്ന അസ്ത്രം. പകല് അവര് ഒരു എഴുതി വിടുന്ന അസ്ത്രമല്ല, ദുഷ്ടപിശാചി നമുക്കെതിരെ എഴുതി വിടുന്ന അസ്ത്രം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? പകല് വെളിച്ചമുള്ള സമയത്തെ കാര്യം പറഞ്ഞു. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇനി അടുത്ത വാക്യം നോക്കിയേ. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അടുത്ത നോക്കിയേ. ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരം. ഉച്ചയ്ക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുക. എല്ലാത്തെയും നല്ല രീതിയിൽ കാണാൻ പറ്റിയ സമയമാണ് ഉച്ച സമയം, അല്ലെ? നല്ല രീതിയിൽ കാണാൻ പറ്റിയ സമയമാണ് ഉച്ച സമയം. കാരണം നമ്മുടെ ഒരു നിഴലിന്റെ തടസ്സം പോലും അവിടെ ഉണ്ടാകത്തില്ല. ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ഏത്? സംഹാരം. കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, നമുക്കെതിരെ വരുന്ന ഒരു പോരാട്ടങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെയാണ് ദൈവത്തിന്റെ ദൂതന്മാരുടെ പ്രാധാന്യത. നമ്മൾ കാണാത്ത പോരാട്ടങ്ങൾക്കെതിരെ പോരാടുന്ന ആത്മമണ്ഡലത്തിലെ ജീവികളാണ് ദൂതന്മാര്. പിടികിട്ടുന്നുണ്ടെങ്കിൽ സ്വോത്രം പറഞ്ഞോണം കേട്ടോ. ഈ വെളിപ്പാട് തിരിച്ചറിയാൻ കഴിയുന്നെങ്കിൽ സ്വോത്രം പറഞ്ഞോണം. പല സമയത്തും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരവും ഒക്കെ നിങ്ങൾക്കും എനിക്കും നേരെ വന്നായിരുന്നു. പക്ഷെ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ വശങ്ങളിൽ നിൽക്കുന്ന ദൂതന്മാർ എനിക്ക് വേണ്ടി അവിടെ യുദ്ധം ചെയ്തതിനാൽ ഇന്ന് രാത്രിയിൽ സുരക്ഷിതത്വത്തോടെ ഞാൻ നിങ്ങളോട് വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മാത്രമല്ല ദൈവത്തിലെ, പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാ. പുതിയ നിയമത്തിൽ ഇങ്ങനെ തന്നെയാ. നമുക്കുണ്ടാകുന്ന പോരാട്ടങ്ങളിൽ ഏറ്റവും അധികം പോരാട്ടങ്ങൾ നമ്മുടെ ആത്മമേഖലയിലാണ് ഉണ്ടാകുന്നത്. ശ്രദ്ധിച്ചേ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം എടുക്കണ്ട, സമയം ഇനി 10 മിനിറ്റൂടെ ഉള്ളൂ, പറഞ്ഞുവിടാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. എന്ന് പറഞ്ഞാൽ ഭാര്യയോടോ ഭർത്താവിനോടോ സഹോദരനോടോ സഹോദരിയോടോ തൊട്ടടുത്ത പായയിരിക്കുന്ന വിശ്വാസിയോടോ അല്ല. പിന്നെ നമുക്ക് പോരാട്ടമുള്ളത് അന്ധകാര ശക്തികളോടാ, ദുഷ്ടാത്മസേനയോടാ, പൈശാചിക വ്യാപാരങ്ങളോടാ. ഇതൊക്കെ കണ്ടിട്ടുള്ള ആരുണ്ട്? ചില സമയത്ത് പ്രാർത്ഥനാ മുറി കയറിയിരിക്കുമ്പോൾ ആത്മാവിൽ പോരാടുമ്പോൾ ചിലതിനെയൊക്കെ കണ്ടോണ്ട് പോരാടിയിട്ടുണ്ട്, ചിലതിനെതിരെയൊക്കെ കണ്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പോരാട്ടങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. പത്രോസിനോട് യേശു പറഞ്ഞതുപോലെ നിന്നെ പാറ്റിക്കളയാൻ എന്നോട് പലവട്ടം അനുവാദം ചോദിച്ചു. പത്രോസ് ചോദിക്കുക, എപ്പോഴാ കർത്താവെ ചോദിച്ചത്? കർത്താവ് പറയുക, നീ അറിഞ്ഞിട്ടില്ലടാ കൊച്ചേ, നീ അറിഞ്ഞിട്ടില്ല. പല സമയത്തും നിങ്ങളുടെ ജീവനെതിരെ, പ്രാണനെതിരെ, കുടുംബ ബന്ധത്തിലെ ഊഷ്മളക്കെതിരെ തകർത്തു കളയാൻ പിശാചി പലവട്ടം വ്യാപരിച്ചപ്പോഴും ഇന്ന് രാത്രി തകരാതെ നിൽക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാരെ അവൻ നിന്റെ വഴികളിൽ കൽപ്പിച്ചാക്കിയതാണ്. രാത്രി എനിക്ക് നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കാൻ ആഗ്രഹമുണ്ട് ദൂത് പറയുമ്പം. കാരണം ധാരാളം മേഖലയിൽ ദൈവിക ദൂതന്മാരുടെ സുരക്ഷിതത്വം അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഹല്ലേലൂയ. ഈ ദൂതൻ ഇറങ്ങിയ സംഭവിക്കുന്ന ഒരു അത്ഭുതം കൂടെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ചിന്തയും കൂടെ പറഞ്ഞു നിർത്താം. ശ്രദ്ധിച്ച്, ഒരിക്കല് ഒരു ദൂതൻ ഒരു രാത്രിയില് അശൂർ പാളയത്തിൽ ഇറങ്ങി. സംഭവം കിടക്കുന്നത് എഴുതുന്നവരുണ്ടെങ്കിൽ മാത്രം എഴുതിക്കോ. ഒന്ന് യെശയ്യാ പ്രവചനം 37:36 ഞാൻ പറയുന്നത്. യെശയ്യാ 37:36. എന്നെ കേക്കാവോ? കേക്കാലോ അല്ലെ? എനിക്ക് തോന്നുന്നു കറണ്ട് പോയെന്ന് തോന്നുന്നു. ഓക്കെ, ചിലയിടത്ത് കറണ്ട് പോയെന്ന് തോന്നുന്നു. എന്നാലും ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഒരു ദൂതൻ ഒരു രാത്രി ഇറങ്ങിയിട്ട് കൊന്ന ആളുകളുടെ എണ്ണം എഴുതിയേക്കുന്നത് 1,85,000, 1,85,000 പീപ്പിൾ. ഒരു രാത്രി എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറുണ്ട്? 12 hours, 12 മണിക്കൂറുണ്ട് ഒരു രാത്രി. ഈ 12 മണിക്കൂർ ഉണ്ടെങ്കിൽ
12 മണിക്കൂറിന് എത്ര മിനിറ്റ് ഉണ്ട്? കണക്കൂട്ടുന്ന ബുദ്ധിമാന്മാരുണ്ടെ പെട്ടെന്ന് പറഞ്ഞു. 720 minutes. 720. അതെ, ഈ മൊബൈലൊക്കെ വന്നപ്പോ നമ്മൾ ഈ മനസ്സിൽ കണക്കൂട്ടുന്നതൊക്കെ നിർത്തിയല്ലോ. എന്നാലും നിങ്ങൾ വളരെ ആക്റ്റീവാണ്. സ്വത്രം, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം 12 മണിക്കൂറിന് എത്ര മിനിറ്റ് ഉണ്ട്? 720 മിനിറ്റ്. 720. ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റിൽ ഒരാളെയാണോ ദൂതൻ കൊന്നത്? 1,85,000. ഒരു 12 അവർ ഉണ്ടെങ്കിൽ, ആ 12 അവറിൽ 720 മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഒരാളെയാണോ ദൂതൻ കൊന്നത്? അല്ല, അല്ല. അങ്ങനെയാണ് അടുത്ത ചോദ്യം. ഈ 12 മണിക്കൂറിൽ 720 മിനിറ്റ് ഉണ്ടെങ്കിൽ 720 മിനിറ്റിന് എത്ര സെക്കൻഡ് ഉണ്ട്? സ്വോത്രം. ഞാൻ പറയാം. നിങ്ങൾ കൂട്ടിക്കോ. 43,200. 43,200. 43,200 സെക്കൻഡ് ഉണ്ട്. എന്റെ ചോദ്യം, ഒരു സെക്കൻഡിൽ ഒരാളെയാണോ ദൂതൻ കൊന്നത്? ആണോ? അല്ല. അല്ല. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഞാൻ ദൂത് പറയാം. നമ്മുടെ കണക്കൂട്ടലുകളെക്കാളും മാനുഷികമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന പരിധികളെക്കാളും പരിമിതികളെക്കാളും അപ്പുറം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൂതന്മാരെയാണ് ദൈവത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി തന്നിരിക്കുന്നത്. പിടിയിടുന്നുണ്ടോ? ഇന്ന് രാത്രിയിൽ പണ്ട് കാലത്ത് ഇസ്രായേലിന് വേണ്ടി അങ്ങനെ ഒരു ദൂതൻ ഇറങ്ങി യുദ്ധം ചെയ്തെങ്കിൽ, യേശു കർത്താവിന്റെ തങ്കച്ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് വേണ്ടി, അവന്റെ മക്കളായ നമുക്ക് വേണ്ടി എത്രയധികം ദൂതന്മാർ യുദ്ധം ചെയ്യും. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ രണ്ടാമത്തെ സുരക്ഷിതത്വം ദൈവീക ദൂതന്മാരുടെ സുരക്ഷിതത്വം. ഹല്ലേലൂയ. ഇനി സുരക്ഷിതത്വത്തെ കുറിച്ച് തന്നെ ഇനി ഒരു 7 കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ ആ സുരക്ഷിതത്വം എന്ന പോയിന്റ് അവിടെ നിർത്തുക. അവസാനത്തെ ഒരു വാചകം കൂടെ പറഞ്ഞാൽ നിർത്താം. ഈ ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്തിന്റെ അടുത്ത ഒരു പ്രത്യേകത, ഒന്ന് സുരക്ഷിതത്വമാണ് പറഞ്ഞത്. രണ്ടാമത്തേത്, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്. ഇത് ആരാധനയുടെ സ്ഥലമാണ്. ആമേൻ. ഈ ലോക്ക്ഡൌണിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ മിസ് ചെയ്യുന്ന എന്താ? മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ചിലര് പറയും ജോലി സ്ഥലത്ത് പോകാത്താണ്, ചില പിള്ളേർ പറയും സ്കൂളിൽ പോകാത്താണ്, വലിയവർ പറയും കോളേജിൽ പോകാത്താണ്. പക്ഷെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരുന്നവർ പറയും ഒരുമിച്ച് കൂടാൻ പറ്റാത്ത. അതെ, നമുക്ക് ആരാധനയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഒരുമിച്ച് കൂടുക എന്നതിനേക്കാൾ ഉപരി കൈയടിച്ച് ആത്മാവ് ശക്തിയോടെ ആരാധിക്കുന്നത് നമുക്കിപ്പം മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ കാലം ഉയർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രിയിൽ മറക്കാതെ ഈ ദൂതിന്റെ അവസാനം ഞാൻ പറയാം, ദൈവം തമ്പുരാൻ നമ്മളെ മറച്ചു പിടിച്ചേക്കുന്ന സ്ഥലം ആരാധനയുടെ സ്ഥലത്താണ്. സ്വോത്രം. ഈ ഒരു ലോക്ക്ഡൌണിന്റെ സമയത്ത് ആരംഭിച്ച് കുറെ ദിവസങ്ങൾ എന്റെ മനസ്സിനകത്ത് വല്ലാത്ത പിരിമുറുക്കമായിരുന്നു. കാരണം ഞാൻ കർത്താവിനെ ശക്തമായിട്ട് ആരാധിക്കുന്ന ആളാണ്. കാരണം ഞാൻ അധികം ഇളച്ചു കിട്ടിയ ആളാണ്. അതുകൊണ്ട് ഞാൻ അധികം സന്തോഷിക്കും. അപ്പൊ എനിക്ക് കൈയടിച്ച് ആരാധിക്കാനൊക്കെ പറ്റാഞ്ഞുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. കർത്താവിനോട് ഞാൻ, എന്റെ കർത്താവ്, എനിക്ക് ആരാധിക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ തനിയെ ഒരു ആരാധകനായിട്ട് മാറുക. പിടികിട്ടുന്നുണ്ടോ? നീ വ്യക്തിപരമായിട്ട് ഒരാരാധകനായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ, നീ പായിട്ടിരുന്ന് പാട്ടുപാടി കൂട്ടത്തിൽ എങ്ങനെ ആരാധിക്കുവോ അങ്ങനെ ആരാധിക്കുക. അന്ന് രാവിലെ ആ ദൂത് കേട്ടിട്ട് അല്പനിമിഷം ഒരു പാട്ടൊക്കെ പാടി കൈയടിച്ച് ഞാൻ ചർച്ചിനകത്തിരുന്ന് ആത്മാവിൽ ആരാധിക്കുക. എന്റെ ദൈവമക്കൾ ഒരുമിച്ച് കൂടി ഇരുന്ന് ആരാധിക്കുന്നതിനേക്കാൾ ശക്തി അന്ന് രാവിലെ ഞാൻ അനുഭവിച്ചു. അന്ന് തൊട്ട് ഈ ദിവസങ്ങളിലെല്ലാം ആ ഒരു കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നെ വിളിച്ചവരും സംസാരിച്ചവരും ഒക്കെ പലരും ഈ ഒരു ഡൗട്ട് പറഞ്ഞു, ദേവദാസ ഇപ്പൊ ആരാധിക്കാൻ പറ്റാതെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ തനിയെ ഇരിക്കുക, മുഴങ്കാലിരിക്കുക, പായിടുക, പാട്ട് പാടുക, ആത്മാവിൽ ആരാധിക്കുക. അവര് പലരും തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വലിയൊരു ദൈവശക്തിയാണ്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്ന സ്ഥലം ആരാധനയുടെ സ്ഥലമാണ്. ഹല്ലേലൂയ. ഞാനൊരു തെളിവ് വചനത്തിനകത്തൂടെ പറയാം. 27-ാമത്തെ സങ്കീർത്തനം എടുക്കാവോ? 27-ാമത്തെ സങ്കീർത്തനം 27, Psalms 27. ദൈവം നമ്മളെ സൂക്ഷിച്ചിരിക്കുന്നതിനെ കുറിച്ച് 27:5 പറയുന്നു, അവൻ നമ്മളെ തിരുനിവാസത്തിന്റെ മറവിൽ മറച്ചിരിക്കുന്നു. 27:5 തിരുനിവാസത്തിന്റെ മറവിൽ മറച്ചിരിക്കുന്നു. ഇനി 27:6 ഒന്ന് കാണിക്കാവോ ദേവദാസ? 27:6. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. 27:5 പറയുന്നു, ദൈവം എന്നെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം എവിടാ? തിരുനിവാസം, അല്ലെങ്കിൽ
നമ്മുടെ ഭാഷയിൽ ഇപ്പൊ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ കൃപാസനം, അതുമല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലം. ഇവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ദൈവവേദനെ കുറിച്ചാണ് 27:6 പറയുന്നത്. ഞാൻ അത് മറ്റൊരു പരിഭാഷയിൽ വായിക്കാം. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. ശ്രദ്ധിച്ചേ, ഈ ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ നമ്മൾ കളിച്ചിട്ടുണ്ട്. ഒളിച്ചേ പാത്തേ കളി ഒക്കെ കളിച്ചിട്ടില്ലേ? ഒളിച്ചേ കണ്ടേ ഹൈഡ് ആൻഡ് സീക്ക്. ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുമ്പം ഒരല്പം പോലും നമ്മളെ തന്നെ പുറത്ത് കാണിക്കാതെയല്ലേ നമ്മൾ മറയ്ക്കുന്നത്, അല്ലെ? ഒരല്പം പോലും നമ്മളെ ആരും കാണരുതെന്ന രീതിയിൽ നമ്മൾ മറയ്ക്കുന്നത്. പക്ഷെ അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവ് നമ്മളെ മറച്ചു പിടിച്ചേക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും എന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കുന്ന ശത്രുവിന് എന്റെ തല കാണാം. പിടികിടുന്നുണ്ടോ? ദൈവം നിങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പുറത്ത് നിൽക്കുന്ന നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുഗണത്തിന് നിങ്ങളെ തല കാണാം. പക്ഷെ നിങ്ങളെ ആക്രമിക്കാൻ കഴിയും, കാരണം നിങ്ങൾ പിടികിടുന്നുണ്ടോ? അടുത്ത വാക്യം, ആ വാക്യം തന്നെ വീണ്ടും ശ്രദ്ധിക്കുക. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മലയാളത്തിൽ തന്നെ മറ്റൊരു പരിഭാഷ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും, വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. ഇംഗ്ലീഷിൽ, in his tent I will offer sacrifice and shouting of joy, and I will sing, yes, I will sing praises to the Lord. എവിടെ നിന്നോണ്ടാ ഈ ആരാധന കഴിക്കുന്നത്? അതിപരിശുദ്ധ സ്ഥലത്ത് നിന്നോണ്ട്. ഇന്ന് രാത്രിയിൽ മറക്കാതെ ഓർത്തു, ദൈവം നിങ്ങളെ മറച്ചു പിടിച്ചിരിക്കുന്ന സ്ഥലം ആരാധനയുടെ സ്ഥലമാണ്. പേടിച്ച് ഭയപ്പെട്ട് ഭീതി നിറഞ്ഞ് മനസ്സ് തകർന്നിരിക്കേണ്ട സ്ഥലത്തല്ല ദൈവത്തിലെ നിങ്ങളെ ദൈവം സൂക്ഷിച്ചിരിക്കുന്നത്. പേടിയും ഭയമൊക്കെ ഇന്ന് രാത്രി മാറിയിട്ട് ആരാധനയുടെ സ്ഥലത്താണ് ദൈവം എന്നെ മറച്ചിരിക്കുന്നത്. ഒരു വെളിപ്പാട് ഇന്ന് രാത്രി അകത്ത് കയറട്ടെ. പിടികിട്ടുന്നുണ്ടോ? ഇവിടെ ഞാൻ നിശബ്ദനായിട്ടിരിക്കുകയല്ല, എന്റെ ദൈവത്തെ ആഹ്ലാദാരവത്തോടെ എന്ന് പറഞ്ഞാൽ ഭയത്തോടെ പേടിച്ച്, അയ്യോ നാളെ എനിക്ക് വരുമോ, നാളെ കഴിഞ്ഞ് അവർക്ക് വരുമോ, അവർക്കെല്ലാം വന്നു അതുകൊണ്ട് എനിക്കും വരുമോ, ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സ്ഥലമല്ല അതിപരിശുദ്ധ സ്ഥലം. അത് ആഹ്ലാദാരവത്തിന്റെ സ്ഥലമാണ്. ഇന്ന് രാത്രിയിൽ അത് അനുഭവിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അതരം തുറന്ന് കർത്താവിന് സ്തോത്രം പറയാൻ തുടങ്ങട്ടെ. ഉടമന ഘടന കൗടമ. ഇന്ന് രാത്രിയിൽ ആരാധനയുടെ അറ്റ്മോസ്ഫിയർ ഈ ഒന്നാമത്തെ രാത്രിയിൽ ജനത്തിന്റെ നടുവിലേക്ക് വ്യാപരിക്കട്ടെ. ഞാൻ ഈ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരാധനയുടെ അഭിഷേകം എവിടെയൊക്കെ ദൈവമക്കൾ തളർന്നിരിക്കുന്നു അവിടെയൊക്കെ ആരാധനയുടെ ഒരു പുതിയ ശക്തി കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ചു തുടങ്ങിക്കോ. സ്വോത്രം പറയാൻ കഴിയുമെങ്കിൽ സ്വോത്രം പറയാൻ തുടങ്ങിക്കോ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ശക്തിപ്പെടുത്താൻ ദൈവത്തിന്റെ ഭൂതന്മാർ ഇറങ്ങി വരിക. നിങ്ങൾ തിരുവചനം ഉടനീളം പഠിച്ചോ. ആരാധിച്ചവരൊക്കെ കൂട്ടത്തിന്റെ നടുവിൽ ആരാധിച്ചതിനേക്കാൾ അവരൊക്കെ തനിയെ ശേഷിച്ചപ്പോൾ ആരാധിച്ചവരാ. ഒന്നോടെ ഞാൻ പറയാം, നിങ്ങൾ വചനം പഠിക്കുമ്പോൾ കൂട്ടത്തിനകത്ത് ആരാധിച്ചവരുണ്ട്. ദാവീദ് കൂട്ടത്തിൽ ആരാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൂട്ടത്തിനകത്ത് ആരാധിച്ചവരുണ്ട്. എന്നാൽ ആരാധിച്ച ഭക്തന്മാർ കൂടുതൽ ആരാധിച്ചത് അവരുടെ ഏകാന്തതകളിലാണ്. അബ്രഹാം ദൈവത്തിന് യാഗം കഴിച്ചത് അബ്രഹാമും ദൈവവും തനിയെ ശേഷിച്ചപ്പോഴാണ്. യാക്കോബ് ദൈവത്തെ ആരാധിച്ചത് യാക്കോബും ദൈവവും തനിയെ ശേഷിച്ച ഏകാന്തതകളുടെ നടുവിലാണ്. പിടികിട്ടുന്നുണ്ടോ? മോശ ദൈവത്തെ ആരാധിച്ചത് ആരും കാണാത്ത മോശയും ദൈവവും മാത്രമുള്ള സ്ഥലങ്ങളിലാണ്. പിടികിട്ടുന്നുണ്ടോ? യഹസ്കേൽ ദൈവത്തെ ആരാധിച്ചത് പ്രവാസത്തിന്റെ നടുവിൽ ഇരുന്നുണ്ടാ. കൂടെ ആരാധിക്കാൻ ആരുമില്ല. എല്ലാരും അനനിവൃക്ഷത്തിന്മേൽ കിന്നരം തൂക്കിയിട്ട് കയ്യും കെട്ടി അന്യദേശത്ത് പാടാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞിരിക്കുക. പക്ഷെ അതിന്റെ നടുവിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചയാളാണ് യഹസ്കേൽ. ശ്രദ്ധിച്ചേ, ദാവീദിനെ കുറിച്ച് തന്നെ വീണ്ടും പഠിക്കുമ്പോൾ അദ്ദേഹം കാട്ടിനകത്ത് ആടുമായിട്ട് തനിയെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പാട്ട് അദ്ദേഹം പാടിയത്. പിടികിട്ടുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ ആരാധിച്ചത് എപ്പോഴാ? എല്ലാ വിശ്വാസികളും കൂടെ ഉള്ളപ്പോഴല്ല, കാരാഗ്രഹത്തിനകത്ത് കടന്നപ്പോഴും അദ്ദേഹം ദൈവത്തെ ആരാധിച്ചു. അപ്പോസ്തലനായ യോഹന്നാൻ ദൈവത്തെ ആരാധിച്ചത് എപ്പോഴാ? അവന്റെ ഏകാന്തതയുടെ പത്മോസിന്റെ നടുവിൽ. ഇന്ന് രാത്രിയിൽ സാഹചര്യം അനുകൂലമല്ല, സ്തുതിക്കാനും ആരാധിക്കാനും സന്തോഷിക്കാനും പറ്റിയ അനുകൂല സാഹചര്യമൊന്നുമല്ല. പക്ഷേ ദൈവം നിന്നെ എവിടെ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു വെളിപ്പാട് അകത്ത് കയറിയാൽ അവിടെ നിന്ന് നീ ദൈവത്തെ ആരാധിക്കും. എവിടെ മറച്ചു പിടിച്ചിരിക്കുന്നത്? എന്നെ ദൈവം മറച്ചു പിടിച്ചിരിക്കുന്നത് ആഹ്ലാദാരവത്തോടെ ആരാധിക്കുന്ന സ്ഥലത്താണ്.
ഇന്ന് രാത്രിയിൽ എല്ലാ കണ്ണുകളും അടച്ച് നിങ്ങൾ അല്പനിമിഷം ഫോണിലേക്കുള്ള ശ്രദ്ധയൊക്കെ മാറ്റിയിട്ട് കണ്ണുകൾ അടച്ച് അന്യഭാഷ ലഭിച്ചവര് അല്പനിമിഷം അന്യഭാഷയെ സ്വത്രം പറഞ്ഞാട്ടെ. കൈയടിക്കാൻ കഴിയുന്നവര് അല്പനിമിഷം കൈയടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഉടമന രകന. ഇന്ന് രാത്രിയിൽ ഈ പ്രസംഗം ഞാൻ ഇവിടെ നിന്ന് ഈ ആലയത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മേൽ ആരാധനയിൽ മടുപ്പ് കയറിയ, ആരാധിക്കാത്തതിന്റെ പേരിൽ ക്ഷീണം അനുഭവിക്കുന്ന ചില ദൈവമക്കളെ ശക്തീകരിക്കാൻ ഈ ഒന്നാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷേകം it's a place of worship. It's a place of security and it's a place of worship. എന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള വെളിപ്പാട് എന്റെ അകത്ത് കയറുമ്പോഴാണ് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നത്. ഇന്ന് രാത്രി പേടിക്കണ്ട. അവർക്ക് വന്നതുകൊണ്ടും അവിടെ വന്നതുകൊണ്ടും ഇവിടെ വന്നതുകൊണ്ടും ഒന്നും നിനക്ക് വരത്തില്ല. കാരണം നീ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയാത്ത, ഒരു ശത്രുവിനും നിന്നെ ആക്രമിക്കാൻ കഴിയാത്ത അതിപരിശുദ്ധ സ്ഥലത്താണ് ഈ വെളിപ്പാട്. ഇന്ന് രാത്രി ഈ ദൈവമക്കളെ എല്ലാം അകത്തു വീഴട്ടെ. അല്പനിമിഷം കരമടിച്ച് അന്യഭാഷ കിട്ടിയ അന്യഭാഷയിൽ സ്വതന്ത്രം പറയാൻ കഴിയുന്ന ഒരു സ്വതന്ത്രത്തിൽ ഒന്ന് ജാഗരിച്ച് ആത്മാവിനെ ഒരു 2 മിനിറ്റ് ആരാധിച്ചാട്ടെ. അടുത്തൊരു 2 മിനിറ്റ് കർത്താവിനെ ആരാധിച്ചാട്ടെ. ശുഡമന. നിങ്ങൾ ഇരിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് ആരാധന ഉയരട്ടെ. ഉടമന കഥകഥ നഗൽക്കാര. നിങ്ങളുടെ വീടുകൾ ആരാധനാലയങ്ങളായി മാറട്ടെ. കരമടിച്ച് ആത്മാവിനെ ആരാധിക്കുക. ഇന്ന് രാത്രി ഞാൻ വിശ്വസിച്ചോണ്ട് പറയുക, ചിലരെ ശക്തീകരിക്കാൻ ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ വീടുകളിൽ ഇറങ്ങുക. Urabala Shamba Raja, Udala Habta Raja, Ribala Shabala Habta Raja, Ribala Shamba Raba, Udama Rikamana, Ribala Shamba Riba, യേശുവിന്റെ നാമത്തിൽ മനസ്സിനകത്ത് കയറിയ എല്ലാ മടുപ്പുകളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. എല്ലാ ഭയങ്ങളും എല്ലാ ദുഷ്ടചിന്തകളും മരണഭീതികളും ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വെളിപ്പാട് ജനത്തിന്റെ അകത്ത് കയറട്ടെ. We are protected by Almighty God. സർവശക്തനായ ദൈവത്താൽ ഞങ്ങൾ സൂക്ഷിക്കപ്പെടുന്നവരാണെന്ന് വെളിപ്പാട്. ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആരാധനാലയങ്ങൾ അടച്ചിട്ടതിന്റെ പേരിൽ പിശാച് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ ഒരാലയം അടച്ചിട്ടാൽ 1000 ആലയങ്ങളെ ദേശത്ത് ദൈവം തുറന്നിരിക്കുക. കാരണം നമ്മുടെ വീടുകളെല്ലാം ഇപ്പോൾ ആരാധനയുടെ കേന്ദ്രങ്ങളാ. ഒരാലയത്തിൽ ഇരുന്നുകൊണ്ട് ഒരുമിച്ച് ആരാധിച്ചവർ ഇന്ന് പലയിടങ്ങളിൽ നിന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ വീട് ഒരു ആരാധനാലയമായി മാറട്ടെ. ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൂ. പിതാവേ, ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ വരുന്ന ഒരാഴ്ച ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്തൃ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ രാത്രിയിൽ നിന്റെ മക്കളെ ധൈര്യപ്പെടുത്തുവാൻ, ബലപ്പെടുത്തുവാൻ, അവരോട് പറയാൻ പറഞ്ഞ ദൈവിക വെളിപ്പാട് ഞാൻ ആത്മാവിൽ കൈമാറിയിരിക്കുന്നു. അതേ കർത്താവേ, ഞങ്ങളെ അങ്ങ് അതിപരിശുദ്ധ സ്ഥലത്താണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊരു വലിയ വെളിപ്പാട് ഞങ്ങളുടെ അകത്ത് നൽകിയത് സ്തോത്രം ചെയ്യുന്നു. അതെ, ആ സ്ഥലം ഒരു മനുഷ്യനും കയറി വരാൻ കഴിയാത്ത, ദൂതന്മാരുടെ സുരക്ഷിതത്വമുള്ള, യേശു കർത്താവിന്റെ രക്തത്തിന്റെ സുരക്ഷിതത്വമുള്ള ഒരു വലിയ പ്രൊട്ടക്ഷന്റെ അകത്താണ് ഞങ്ങളായിരിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത് ഇപ്പോൾ യാതൊരു വിധത്തിലുള്ള സുരക്ഷിതത്വവും ആർക്കുമില്ല. പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ ചിറകിന്റെ അടിയിലാണ്. ഒരു ശക്തിക്കും ഞങ്ങളെ തൊടാൻ കഴിയില്ല. ഇവിടെ നിരാശയുടെ ആകുലതയുടെയോ സ്ഥലമല്ല കർത്താവേ, ഇത് ആഹ്ലാദാരവത്തിന്റെ സ്ഥലമാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ എല്ലാ ദുഃഖങ്ങളും ഭാരങ്ങളും നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്തുനിന്ന് മാറിപ്പോട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം, അതെ, ലോകത്തിൽ മറ്റെന്തിനേക്കാളും വലുതാണല്ലോ പ്രസൻസ് ഓഫ് ഗോഡിനകത്ത് കിട്ടുന്ന സന്തോഷം. ആ ഒരു സന്തോഷം, ജോയ്, ഇന്ന് രാത്രി നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് നിറയട്ടെ. ലോകത്തിന് എടുക്കാനോ ലോകത്തിന് കൊടുക്കാനോ കഴിയാത്ത ആ വലിയ സമാധാനം, സന്തോഷം ഇന്ന് രാത്രി തന്നെ ജനത്തിന്റെ ഹൃദയത്തിനകത്ത് നിറയട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ദൈവം എന്നെ സൂക്ഷിച്ചിരിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. God bless you all. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിദാസനോട്, എന്നെ ശ്രവിച്ച ദൈവദാസന്മാരോട്, കുടുംബങ്ങളോട്, മാതാപിതാക്കളോട്, വിശേഷാൽ ട്രാൻസ്ലേറ്റ് ചെയ്ത പ്രിയ ദൈവദാസനോട് നന്ദി അറിയിക്കുന്നു. May God bless you all. കർത്താവ് തന്റെ സമാധാനത്തിന്റെ നിഴലിൽ നമ്മെ ഓരോരുത്തരെയും മറക്കി മാറാകട്ടെ. ആമേൻ. മറവിടമായേനി